അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഞാനിവിടെ മൊത്തം നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ പറയുന്നുള്ളൂ. സോ കൺട്രോൾ സിസ്റ്റം അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. 2 ടൈപ്പ് കൺട്രോൾ സിസ്റ്റം നമുക്കുണ്ട്. അതിൽ ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ സിസ്റ്റം, ഒരു ഫീഡ്ബാക്ക്, നമ്മൾ ചെയ്യുന്നത് എന്ത് പ്രോസസ്സ് ആയിക്കൊള്ളട്ടെ, അതിപ്പോൾ മേ ബി ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു സെർവോയുടെ പൊസിഷനോ, അല്ലെങ്കിൽ വാട്ടെവർ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഒരു LED അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ പോലും നമുക്കൊരു ഫീഡ്ബാക്ക് അവിടെ തിരിച്ച് കിട്ടാറുണ്ട്. ആ ഒരു കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് നമുക്ക് തിരിച്ചു കിട്ടുകയും അത് നമ്മളൊരു സമ്മിങ് ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ സിസ്റ്റത്തിന്റെ പ്രോസസ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഏതൊരു പ്രോസസ്സിനും അതിൻ്റെ എറേഴ്സ് ഉൾപ്പെടുന്ന ഒരു കൺട്രോൾ ഒരു പോർഷൻ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ തിരിച്ച് ഇൻജെക്ട് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അവിടെ നമ്മളെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടും നമുക്ക് അവിടെ കിട്ടിയ ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസിനെ മനസ്സിലാക്കുക എന്നതാണ്. സോ ആ ഒരു കാര്യം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ എറേഴ്സ് കുറച്ച് കൊണ്ടുവരിക, നമ്മുടെ ഇൻഡസ്ട്രി എസ്പെഷ്യലി ഇൻഡസ്ട്രിയൽ സിസ്റ്റംസിലെ എറേഴ്സിനെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ വൺസ് കുറച്ച് കൊണ്ടുവന്ന് അത് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയാൽ അവിടെ എന്താണ്, നമുക്കതിനെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എറർ ഇല്ല, ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. സോ ജസ്റ്റ് ആ ഒരു സിസ്റ്റം വൺസ് ഇനീഷ്യേറ്റ് ചെയ്താൽ മതി, അതിന് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ എറേഴ്സിനെ കറക്റ്റ് ചെയ്ത് അതെന്ത് ചെയ്തോളും, ഒരു ലൂപ്പിൽ റൺ ചെയ്തോളും. സോ ഇങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ആക്ച്വലി വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഒരു ഇത്തരത്തിലുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ഒരു ഇൻഡസ്ട്രിയൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ലൈൻ, അതിപ്പോൾ ഒരു കാർ കമ്പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ലൈനിൽ നമ്മൾ ഇതുപോലൊരു സിസ്റ്റം, ഒരു ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നിട്ട് അവിടുത്തെ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയെ അല്ലെങ്കിൽ അതിന് ആ ഒരു ഫാക്ടറി എൻവയോൺമെന്റിനെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ടൈം ലാഭിക്കുന്ന വേറൊരു കാര്യം വേറെ ഇല്ല, അല്ലേ? അതായത് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് ഇപ്പം പല സ്ഥലത്തുള്ളത്. ഈവൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടോ മേ ബി കണ്ടിട്ടുണ്ടാവും. ചൈനയിലൊക്കെ ഡാർക്ക് ഫാക്ടറീസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഈവൻ ലൈറ്റ് പോലും ഇല്ലാതെ, അവിടെ ഒരു മനുഷ്യന്റെ പ്രസൻസ് ഇല്ലാതെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മൊത്തം സിസ്റ്റത്തിനെയും റൺ ചെയ്യുന്ന തരത്തിലേക്ക് ചൈനയിലെ അടക്കമുള്ള പല രാജ്യങ്ങളിലെയും ഫാക്ടറീസ് പോയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഈവൻ ആ ഒരു സിസ്റ്റം എന്തെങ്കിലും ഡാമേജ് ആകുന്നത് വരെ, അല്ലെങ്കിൽ അതിനൊരു പ്രൊഡിക്റ്റീവ് മെയിൻ്റനൻസ് വരുന്നത് വരെ കണ്ടിന്യൂസ്ലി റണ്ണിങ് ആവുന്ന തരത്തിലേക്ക് ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റംസ് മാറിയിട്ടുണ്ട്. അത് ഇവിടെ കാണുന്ന പോലെ തന്നെ ഈവൻ ചെറിയ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ അതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഈവൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് വരെ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഗ്രേഡ് കൺട്രോൾ സിസ്റ്റംസ് ആണ്. സോ ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള, ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള, അതേപോലെ തന്നെ കൺസ്ട്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള, ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള, കൺസ്ട്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ, അത് ചെയ്യുന്ന എന്ത് പ്രോസസ് ആണെങ്കിലും അതിൻ്റെ പുറത്ത് ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ട് എന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ്, അവിടെ അത് ആക്ച്വലി ആ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഇതിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് ഇതുവരെയുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിനും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു പിക്ചർ കാണുന്ന എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അതിന്റെ ഒരു കാര്യം മനസ്സിലാവും. ഈവൻ നമ്മുടെ പെപ്സിയോ അല്ലെങ്കിൽ കൊക്കക്കോളയോ, ഈവൻ ഏത് ബ്രാൻഡ് ആണെങ്കിൽ പോലും ഇതുപോലൊരു, ഈവൻ ജസ്റ്റ് നോർമലി മിനറൽ വാട്ടറിന്റെ ഒരു കമ്പനി ആണെങ്കിൽ പോലും അവരുടെ പ്രൊഡക്ഷൻ ലൈന് പോലും ഇത്തരത്തിൽ ഓട്ടോമേറ്റഡ് ആയിരിക്കും. അവർ ബോട്ടിലിനെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് അതിൽ കൃത്യമായ അളവിൽ എല്ലാത്തിലും ഒരേപോലെ വെള്ളം നിറച്ച്, ഈവൻ ആ ടോപ്പ് കൂടി പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്ത് സീൽ ചെയ്ത് അതിനെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ട്, വളരെ ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ പല ഇൻഡസ്ട്രികളുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സിസ്റ്റമാണ്. അവിടുത്തെ വർക്കേഴ്സ്, അവിടെ ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ അതിലുള്ള ഒരു പ്രസൻസ് വളരെ അധികമാണ്.
ഓക്കെ. സോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് എല്ലാ ഇത്തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റത്തിലും നമുക്കൊരു ഇത് എപ്പോൾ ഡൗൺ ആവും, അല്ലെങ്കിൽ ഇതിനൊരു ഡൗൺ ടൈം അതിനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും എന്നൊരു തരത്തിലേക്ക് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അത്രയും നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി കൊണ്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റം അത് ഇനി എത്ര സൈക്കിൾസ് കൂടി വർക്ക് ചെയ്യും, ഇല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പോണന്റ് അത് മേ ബി ഓവർ ഹീറ്റ് ആയി വരുന്നുണ്ട്, അപ്പോൾ അത് ഇത്ര അവേഴ്സിനകത്ത് അല്ലെങ്കിൽ ഇത്ര ഒരു ഇവിടുത്തെ ഒരു വാട്ടർ ബോട്ടിലുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് മേ ബി എന്ത് ചെയ്തേക്കാം, കംപ്ലൈന്റ് ആയേക്കാം. അപ്പോൾ ഇത്ര സമയം അതിന് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അല്ലെ അതിലെ ഇഷ്യൂ കണ്ടുപിടിച്ച് ശരിയാക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ടി വരും എന്നൊരു പ്രഡിക്ഷൻ കൂടി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്തരത്തിലുള്ള കൺട്രോൾ സിസ്റ്റങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി വെർഷൻ 4, നമ്മളെ ഇൻഡസ്ട്രിയെ 4-5 വെർഷൻസ് ആക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ വെർഷനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അതിലിപ്പം ഈ 20th സെഞ്ചുറിക്ക് മുമ്പത്തെ വെർഷനാണ് ഫസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇൻഡസ്ട്രി വെർഷൻ 4 ആണ്. സോ അതിൽ ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ അകത്ത് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. കാരണം നമുക്ക് ബൾക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹയർ ഡിമാൻഡ്സ് വരുമ്പോൾ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ആർക്കിടെക്ചറിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് ഏതൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനും ഒരു കൃത്യമായ ആർക്കിടെക്ചർ കാണും. സോ അതേപോലെ തന്നെ ICSനും അഥവാ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിനും കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ നമുക്ക് പ്രസന്റ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സീറോത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീറോത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എന്താണോ നമുക്ക് അവിടെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്താണോ നമുക്ക് അവിടെ ഒരു മാനുവൽ ഇന്റർവെൻഷൻ ഇല്ലാതെ ഒരു മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ അവിടെ ചെയ്യേണ്ടത് എന്ന കാര്യത്തിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നതാണ് ഈ ഒരു ആർക്കിടെക്ചറിന്റെ ഏറ്റവും ബേസ് ലൈൻ എന്ന് പറയുന്നത്. വൺസ് ഒരു പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു, അത് സ്റ്റാർട്ട് ആവുന്ന മുതൽ അത് തീരുന്നത് വരെയുള്ള ആ ഒരു മൊത്തം സ്റ്റെപ്പിനെയും നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് അത് നടക്കുന്നത്, ഇന്ന രീതി ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഈ പ്രശ്നം വരികയാണെങ്കിൽ അത് ഇത്തരത്തിലോട്ട് മാറ്റാം എന്ന് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻഡ് ആയിട്ട് ആ ഒരു പ്രോസസ്സിന്റെ ഫ്ലോയിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം വൺസ് നമുക്ക് കൃത്യമായൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ കൃത്യമായൊരു ഐഡിയ, ക്ലാരിറ്റി ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതിന്റെ കൺട്രോളിങ് ചെയ്യുക, അതായത് നമുക്കൊരു പ്രോസസ്സ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ലൈക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ ആ ഒരു വാട്ടർ ബോട്ടിലിന്റെ ഫില്ലിംഗ് എക്സാമ്പിൾ തന്നെ എടുക്കാം. സോ അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ ആ വാട്ടർ ബോട്ടിലിനെ അങ്ങോട്ടേക്ക് ആ ഒരു ഫില്ലിംഗ് സെഷനിലേക്ക് കൊണ്ടുവരാനും അതിനെ ഫില്ല് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് അറിയാനും അതിനുശേഷം അതിനെ സീൽ ചെയ്തത് തിരിച്ചു പോവാനും, ഇങ്ങനെ എല്ലാം കൂടി ആയിട്ട് എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവണം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അവിടെ ഡിപ്ലോയ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അതൊരു മെഷീൻ ആണല്ലോ. സോ ആ ഒരു മെഷീനിന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവണം, അതിനനുസരിച്ച് അവിടുത്തെ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റണം. ഒരു ബോട്ടിൽ അങ്ങോട്ടേക്ക് നീക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബോട്ടിൽ ഇല്ല എന്നും, ബോട്ടിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോട്ടിൽ അവിടെ ആ ഒരു ഫില്ലിംഗ് പ്ലേസിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി എന്ത് ചെയ്തേക്കാം, അതിന്റെ ആ ഫില്ലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫില്ലിംഗ് പ്രോസസ്സിൽ അത് സപ്പോസ് ഇപ്പം 1 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണെങ്കിൽ അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി വരെ ഫില്ല് ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ആ ഒരു ഫില്ലിംഗ് സ്റ്റോപ്പ് ചെയ്യണം, അതിന്റെ ആ ഒരു പമ്പിന്റെ ഹെഡ് റിമൂവ് ചെയ്യണം, എന്നിട്ട് അവിടുന്ന് എടുത്ത് മാറ്റണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനെ മനസ്സിലാക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സെൻസേഴ്സും അതേപോലെ തന്നെ ആക്ച്വേറ്റേഴ്സും ആണ്. ആക്ച്വേറ്റേഴ്സിന്റെയും സെൻസേഴ്സിന്റെയും കാര്യം നമ്മൾ ഈ ഒരു സെക്ഷനിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ഡിറ്റക്ഷൻ പോസിബിൾ ആക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആക്ച്വേറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു മോഷൻ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ആക്ച്വേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ആക്ച്വേറ്റേഴ്സ് അതിനുശേഷം വരുന്ന ഒരു ലെയർ ആണ് ഇതിലെ സ്കാഡ എന്നും HMI എന്നൊക്കെ പറയുന്നത്. HMI എന്ന് വെച്ചാൽ ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് എന്ന് പറയുന്ന, അഥവാ നമ്മൾ ജനറലി
കൺട്രോൾ പാനൽ എന്നോ അല്ലെങ്കിൽ കൺസോൾ എന്നോ വിളിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺട്രോൾ പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടാം. മേ ബി ഇപ്പോൾ ഒരു മേ ബി ഒരു വാട്ടർ ബോട്ടിലിന്റെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ 5 സെക്കൻഡ്സ് വേണം എന്നാണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേ ബി അതിന്റെ സ്പീഡ് കൂട്ടാം. ആ ഒരു കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു അതിലേക്ക് വാട്ടർ ഫില്ലാകുന്നതിന്റെ സ്പീഡ് അതിന്റെ കൂട്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, കുറയ്ക്കാം. അപ്പൊ നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ഫില്ലായി കിട്ടുന്ന വാട്ടർ ബോട്ടിൽസിന്റെ എണ്ണം എന്ന് പറയുന്നത് മേ ബി എന്ത് ചെയ്തേക്കാം, നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഇതിനെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻ ചേഞ്ച് ആണ് നമ്മൾ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിലത്തെ മാനേജ്മെന്റ് എന്റർപ്രൈസസ് ആൾക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ലെയർ എന്നാണ് എന്ത് ചെയ്യുന്നത്, എത്രത്തോളം പ്രൊഡക്ഷൻ അവിടെ നടത്താനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് വേണം എന്ന ഡിസിഷൻ എൻറ്റയർലി വരുന്നത് ഇതിന്റെ മാനേജ്മെന്റ് എന്റർപ്രൈസസ് ലെവലിൽ നിന്നാണ്. ഇതിലെ മാനേജ്മെന്റ് ലെവലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള ഓരോ മെഷീൻസിന്റെയും കപ്പാസിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ആ ഒരു പ്രൊഡക്ഷൻ ലൈൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത്. ഇതിൽ എന്റർപ്രൈസ് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇതിന്റെ ബിസിനസ് ലെയർ ആണ്. സോ അവിടെ ഈ ഒരു ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അവിടുത്തെ മെഷീൻസിന്റെ സിറ്റുവേഷൻ, അതിന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് അവിടുത്തെ ഒരു ബിസിനസ് അനാലിസ്റ്റിന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മെഷീന്റെ പൊട്ടൻഷ്യൽ ആണ് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും, കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ, അവരുടെ പ്രോഫിറ്റ് ബെറ്റർ ആക്കാൻ വേണ്ടി, പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടി, എന്നാൽ അതേസമയം വേറെ ലോസ് വരാതെ പ്രോഫിറ്റ് കൂട്ടാനുള്ള സജഷൻസ് ഒക്കെ ഈ ഒരു എന്റർപ്രൈസ് ലെവലിൽ നിന്നാണ് വരുന്നത്. അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് ആക്ട് ചെയ്യുന്നതും അതേപോലെ അവിടുത്തെ ആ ഒരു ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസിലുള്ള വാല്യൂസിനെ ചേഞ്ച് ചെയ്യുന്നതും ആ ഒരു കൺട്രോളിന്റെ സ്പീഡ് ഡിഫറെന്റ് ആവുന്നതും ആ ഒരു പ്രോസസ്സിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടും ഇമ്പ്രൂവ് ആയിട്ടും മാറ്റുന്നതെല്ലാം തന്നെ ഈ ഒരു ആർക്കിടെക്ചറിന്റെ ഈ ഒരു ഫ്ലോ വെച്ചിട്ടാണ്. അതിന്റെ ഏറ്റവും ബേസ് ലൈൻ എന്ന് പറയുന്നത് അതിന്റെ പ്രോസസ്സും അതിന്റെ റണ്ണിങ് അഥവാ അതിന്റെ ഏറ്റവും ഇതുകൊണ്ടുള്ള ഒരു ബിസിനസ് ലെയർ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു എന്റർപ്രൈസ് ലെവലും കൂടിയാണ്. സോ അവിടെ മുതൽ ഇവിടം വരെയുള്ള ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് ഈ ഒരു ICSന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വർക്ക്ഷോപ്പ് സെഷന്റെ പേര് പോലെ തന്നെയുള്ള 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രേഡ് കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റിയാണ്. സോ ഇവിടെ മുതലാണ് ആക്ച്വലി നമ്മളുടെ ഇന്നത്തെ ഒരു സെഷന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമ്മളുടെ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള 2 ഭാഗത്തോട്ട് അത് സ്പ്ലിറ്റ് ആകുന്നത്. ഈ ഒരു സെഷന്റെ പേര് പറയുന്ന പോലെ തന്നെ 2 ടൈപ്പ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് PLC ബേസ്ഡ് ആയിട്ടുള്ളതും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള 2 കൺട്രോൾ സിസ്റ്റം ആണ്. സോ നമുക്ക് എങ്ങനെ, അതായത് ഇപ്പൊ നമുക്ക് ഒരേ ഇൻഡസ്ട്രിയിലെ ഒരേ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, 2 ജനറൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ പല വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പല മോഡൽസ്, പല വേർഷൻസ് കാര്യങ്ങളെല്ലാം പിന്നെ ഒരു എന്താ പറയാ ഒരു ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ബട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ 2 തരത്തിലോട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ലൈനിലുള്ള ഒരു സ്പെസിഫിക് നീഡിന് വേണ്ടി ഏത് കൺട്രോൾ സിസ്റ്റം വേണം, ഇതാണ് അവിടെ ബേസിക്കലി ഈ കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതിനു വേണ്ടി നോക്കുന്ന ഒരു ടെക്നീഷ്യന്റെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് ചെയ്യാൻ ഒരു PLC ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണോ ബെറ്റർ, അതല്ലെങ്കിൽ എംബഡഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണോ ബെറ്റർ എന്നൊരു സെലക്ഷൻ അവിടെ കൃത്യമായിട്ട് നടത്താനുണ്ട്. സോ ആ സെലക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രിഫറൻസ് അല്ല. ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷന് വേണ്ടി PLC മതി, അല്ലെ അതിന് കൺട്രോൾ സിസ്റ്റം തന്നെ എംബഡഡ് കൺട്രോൾ സിസ്റ്റം തന്നെ വേണ്ടി വരും എന്നുള്ള ഡിസിഷൻ ആക്ച്വലി ഒരു പ്രിഫറൻസ് അല്ല, ഇറ്റ്സ് എൻ എഞ്ചിനീയറിംഗ് ചോയ്സ്. ഓക്കെ, സോ കൃത്യമായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇത് എവിടെ യൂസ് ചെയ്യണം, PLC എവിടെ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ എംബഡഡ് എവിടെ യൂസ് ചെയ്യണം എന്നത് വേറെ ഒരു കൺസ്ട്രെയിനോ കാര്യങ്ങളോ അല്ല. അത് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിലോട്ട് ആ ഒരു ആളെ എത്തിക്കുന്നത് അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ചോയ്സ് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ PLC ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്.
സോ PLC ആ ഒരു പേര് ഞാൻ ഫസ്റ്റ് പറയാം. പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നാണ് PLC എന്ന വാക്കിന്റെ ഫുൾ ഫോം. ഓക്കെ, പേര് പോലെ തന്നെ ഒരു ലോജിക് കൺട്രോളർ ആണ്. അവിടെ എന്ത് നടക്കണം, എന്ത് ചെയ്യണം, അല്ലെ ഒരു ഇന്ന സിറ്റുവേഷൻ വന്നാൽ ലോജിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു കൺട്രോളറാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് ഒരു ഗ്രേ കളറിൽ നിങ്ങൾ കാണുന്നതാണ് ആക്ച്വലി ഒരു PLC ആണത് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തൊട്ട് അടുത്ത് കാണുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് റിലേസ് ആണ്. റിലേ നമ്മൾ ഈ സെഷൻ തന്നെ ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്യും. പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് കണ്ടു പരിചയമുള്ള സാധനം തന്നെയാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഈ PLCയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഒരു യൂണിവേഴ്സാലിറ്റിയാണ്. അല്ലെങ്കിൽ അത് എവിടെയും വർക്ക് ചെയ്യും, ഏത് കണ്ടീഷനിലും അത് വർക്ക് ചെയ്യും, അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റും, ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ PLC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ അത്രയും ഒരു റോബസ്റ്റ് ഓപ്ഷൻ ആണ് PLC എന്ന് പറയുന്നത്. PLC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയൽ വെർഷൻ 3 അതിന്റെ എൻഡിലും ഈ ഒരു വെർഷൻ 4ന്റെ ബിഗിനിങ്ങിലുമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജുകളിൽ PLC എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലിയും മോഡേണും അതുപോലെ തന്നെ അത്ര നമുക്കൊരു എളുപ്പമുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ അതിനെ ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിലോ ഈവൻ PLC അത് പ്രോഗ്രാം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലോ എല്ലാം തന്നെ ഇതിന്റെ ഇനീഷ്യൽ ഡേയ്സിൽ PLCക്ക് ഒരു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ആ സിസ്റ്റം ഈ ഇൻഡസ്ട്രിയൽ ഓപ്പറേറ്റേഴ്സ് ചൂസ് ചെയ്യുന്നതിന് കുറെ അധികം ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ഈവൻ പല PLCകളും വേറെ രാജ്യത്തു നിന്ന് വരുത്തിച്ച് ഈവൻ അതിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ പോലും അത്തരത്തിലൊരു ഫോറിൻ സപ്പോർട്ട് വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യത്തെ കുറച്ചു കാലം ഉണ്ടായിരുന്നെങ്കിലും ഇവൻച്വലി അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന രീതിയിലേക്ക് PLC മാറുകയാണ് ഉണ്ടായത്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് PLC അത് പല കമ്പനികൾ പല മോഡൽസ് കൊണ്ടുവന്നത് മാത്രമല്ല, ഇതിന്റെ പ്രോഗ്രാമേഴ്സിനെയും അതേപോലെ തന്നെ PLC ടെക്നീഷ്യൻസിന്റെയും അവൈലബിലിറ്റിയും അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു മാർക്കറ്റ് PLCക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു ശക്തമായ ഒരു മാർക്കറ്റും ഒരു വെണ്ടർ സംവിധാനവും വന്നു എന്നതാണ് PLC ഇത്രയും സ്ട്രോങ് ആയിരിക്കാനുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിനെ PLC ഈവൻ ട്രെയിനിങ് കൊടുക്കാനുള്ള PLC എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, എങ്ങനെ വയർ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല സ്ഥലങ്ങളിലും കേരളത്തിലടക്കമുള്ള പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുണ്ട് അത്യാവശ്യം. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു കോഴ്സ് കഴിഞ്ഞ് മേ ബി ഒരു ഇൻഡസ്ട്രിയൽ ഇത്തരത്തിലുള്ള ഒരു ജോബ് ടെക്നിക്കൽ ജോബിലോട്ട് പോകുമ്പോഴത്തേക്ക് മേ ബി നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ 8051ന്റെ പ്രോഗ്രാമിംഗ് ആയിരിക്കും. പക്ഷേ ഇൻഡസ്ട്രിയിൽ അവിടെ വേണ്ടി വരുന്നത് മേ ബി എന്തായിരിക്കും, PLCയുടെ പ്രോഗ്രാമിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈവൻ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഗ്രാജുവേറ്റ് ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള നോളജ് അക്വയർ ചെയ്യുക എന്നതാണ് യൂഷ്വലി അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. സോ മേ ബി അന്നായിരിക്കും ഇങ്ങനെ ഒരു പുതിയൊരു കൺസെപ്റ്റ് അല്ലെ ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും നമ്മൾ അറിയാതെ കിടക്കുന്ന കുറെ അധികം പേരുകളും പുതിയ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് മേ ബി അന്നായിരിക്കും. സോ PLC ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വെർഷൻ 3യുടെ എൻഡിലും ഞാൻ പറഞ്ഞു വെർഷൻ 3യുടെ എൻഡോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാര്യമായിട്ട് വരുന്നത്. അതായത് ഇൻ ബിറ്റ്വീൻ ഒരു 80s ശേഷം ഉള്ള ടൈമാണ് ഞാൻ പറയുന്നത്. സോ ആ ഒരു ഏർലി വെർഷൻ 4ന്റെ ആ ഒരു സ്റ്റാർട്ടിങ് വരെയൊക്കെ PLC എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവൻച്വലി നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ടുപോയി PLC വൺസ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ആ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്തോളും. എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ വെളിപ്പുറത്ത് ആളുണ്ട് എന്ന രീതിയിലേക്ക് അതിനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത് സോൾവ് ചെയ്യാൻ എപ്പോൾ വിളിച്ചാലും ആളുണ്ട്, അല്ലെങ്കിൽ അത് അറിയാവുന്ന ടെക്നീഷ്യൻസ് ഉണ്ട്, അത് കുറച്ചുകൂടി എളുപ്പമാണ് എന്ന രീതിയിലേക്ക് PLC മാറിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. ബട്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് PLC ഇപ്പോഴും നമ്മളെ ഇൻഡസ്ട്രീനെ ഡൊമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സിസ്റ്റം ഇത് ഇവഞ്ച്വലി സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സിസ്റ്റം മേ ബി
കുറേയൊക്കെ എറേഴ്സ് കാര്യമായിട്ട് വരുന്ന സിസ്റ്റംസ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും ഇവഞ്ച്വലി അത് ഒരുപാട് ഇമ്പ്രൂവ് ആയി. നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയിൽ ഈവൻ ഇപ്പോൾ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള PLC വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ ഒരു സിസ്റ്റത്തിന്റെ ഡൗൺ ടൈം അത് എത്ര സമയം എന്ത് കാരണം കൊണ്ട് അത് ഡൗൺ ആയിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം അല്ലെങ്കിൽ അതിനുള്ള സോഫ്റ്റ്വെയർ പാർട്ട് അടങ്ങിയ PLC ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഒരു കമ്പ്യൂട്ടറും ഒരു ജസ്റ്റ് ഒരു USB കേബിളും കൊണ്ട് പ്രോഗ്രാം ചെയ്യുന്ന അത്രയും സിംപ്ലിസിറ്റിയിലേക്ക് നമ്മുടെ PLCകളൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ്, ഇൻഡസ്ട്രിയൽ ഗ്രേഡ് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് മാറിയിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. സോ PLC ഇപ്പോഴും നമ്മുടെ ഈവൻ നമ്മൾ എന്താണ് വെർഷൻ 5 ഇൻഡസ്ട്രിയൽ വെർഷൻ 5 പോകാനിരിക്കുമ്പോൾ പോലും PLC എന്ന് പറയുന്ന ഒരു റിപ്ലേസ്മെന്റ് ഇപ്പോൾ അതിന് ഒരു സ്ട്രിക്റ്റ് റിപ്ലേസ്മെന്റ് എന്ന രീതിക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ കിടക്കുന്ന അത്രയും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ. സോ ഇവിടെ നിങ്ങൾ തൊട്ടു മുമ്പേ കണ്ടിട്ടുള്ള ഈ ഒരു ഗ്രേ കളറുള്ള ബോക്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ട് വരുന്ന ഒരു ആർക്കിടെക്ചറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നമ്മൾ ഏതൊരു സിസ്റ്റം പോലെ തന്നെ ഇപ്പൊ എംബഡഡ് സിസ്റ്റം ആണെങ്കിലോ അല്ലെങ്കിൽ എനിത്തിങ് എല്ലാത്തിനും വരുന്ന പോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിനെ പോലെ തന്നെ ആണെങ്കിലും എല്ലാത്തിനും ഒരു ഇൻപുട്ട്, ഔട്ട്പുട്ട്, പവർ സപ്ലൈ, ഒരു പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്, മെമ്മറി, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഇതെല്ലാം തന്നെ ഒരു നോർമൽ PLCക്കും വരുന്നുണ്ട്. സോ പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഈവൻ നമ്മുടെ എംബഡഡ് സിസ്റ്റം ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് യൂസോ എല്ലാം ചെയ്യുന്ന സിസ്റ്റവും PLC പോലെ ഒരു ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വയബിൾ ഓപ്ഷനും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഈവൻ എംബഡഡ് സിസ്റ്റത്തിന് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എത്ര ഹാർഷ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ ആണെങ്കിലും നമുക്കറിയാം. ഒരു ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് എന്തല്ല വളരെ പ്രോപ്പറായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. അവിടെ എന്തുണ്ടാവാം, അതിശക്തമായ നോയ്സ് ഉണ്ടാവാം, ഡസ്റ്റ് ഉണ്ടാവാം, വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം. ഒരു എക്യുപ്മെന്റിനെ ഡാമേജ് ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ഏതൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിപ്പം പ്രത്യേകിച്ച് ഇന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്ഷൻ ലൈന് എന്നില്ല, ഒരു ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ഹാർഷ് ആയിട്ടുള്ള മേ ബി അവിടെ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇന്റർഫിയറൻസുകൾ എല്ലാം ഉള്ളൊരു ഇതായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക, നമ്മളിപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വയർ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ ഒരു ജസ്റ്റ് വേറെ എന്തൊരു സിസ്റ്റം ചെയ്യുകയാണെങ്കിലും അതിൽ തന്നെ പവർ സപ്ലൈ ലൈൻസും അതുപോലെ തന്നെ ഡാറ്റ ലൈൻസും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മൾ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പ്രോട്ടോടൈപ്പിംഗ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, AC വയേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. AC വയേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാതെ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഈവൻ അത് നമ്മൾ ചെറിയൊരു ഡൊമസ്റ്റിക് പർപ്പസ് ആയിട്ടുള്ള കാര്യത്തിൽ ചെയ്യുമ്പോൾ പോലും അത്രയും കെയർഫുൾ ആയിട്ടേ നമ്മൾ അത് ചെയ്യാറുള്ളൂ. സോ അങ്ങനെ ഇരിക്കെ നിങ്ങളൊന്ന് ഇൻഡസ്ട്രിയുടെ കാര്യം ആലോചിച്ച് നോക്കുക. അവിടെ ഒരേ പൈപ്പ് ലൈനിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ഒരു കോണ്ടാക്ട് ലൈനിൽ തന്നെ എത്രയോ വയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ എന്താണ് ചുറ്റിപ്പിണഞ്ഞ് കിടന്ന് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുന്നത്. വളരെ പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേ ബി ക്ലോസ്ഡ് സ്പേസ് ആയതുകൊണ്ട് ജസ്റ്റ് അടുത്തടുത്ത് പ്ലേസ് ചെയ്തത് കൊണ്ട് പോലും അവിടെ നോയ്സ് കയറി വരുന്ന എത്രയും ഭീകരമായിട്ടുള്ള ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ, ഒരു ഇതുപോലെ ഒരു സിസ്റ്റത്തിനെ, ഒരു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റും ഒരു മെമ്മറിയും ഇതൊക്കെയുള്ള ഒരു സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ അതിനെ വർക്ക് ചെയ്യാനായിട്ട് അതിന് തീരെ ഒപ്റ്റിമൽ അല്ലാത്ത ഒരു കണ്ടീഷനിൽ അത് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ എന്നിട്ട് പോലും അത്രയും റിലയബിൾ ആയിട്ട് അത്രയും ബെറ്റർ ആയിട്ട് അതിന് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഡാമേജ് ആവാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇതിനകത്ത് കൃത്യമായ ഒരു ഐസൊലേഷൻ അഥവാ ഒരു വേർതിരിവ്, ഒരു ഡിഫറൻസ് അതിന്റെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നതുകൊണ്ടാണ്. അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം ഇനി ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പറയുന്നുണ്ട്. എന്നാലും ഇത് നമ്മുടെ ഇത്രയും ഹാർഷായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എൻവയോൺമെന്റിൽ PLC അല്ലെങ്കിൽ വേറൊരു സിസ്റ്റം സർവൈവ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഐസൊലേഷൻ ആണ്. അത് ഒപ്റ്റിക്കൽ ഐസൊലേഷൻ ആവാം, ഗാൽവാനിക് ഐസൊലേഷൻ ആവാം. നിങ്ങൾക്ക് ECO ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പേരുകൾ മേ ബി കേട്ടിട്ടുണ്ടാവാം. ഒപ്റ്റിക്കൽ ഐസൊലേഷൻസ്, ഗാൽവാനിക് ഐസൊലേഷൻസ്, അങ്ങനെ പലതരം ഐസൊലേറ്റിംഗ് മെത്തേഡുകളുണ്ട്.
അവിടെ ഇൻപുട്ടിൽ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ സൈഡിലുള്ള സെൻസേഴ്സിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ അല്ലെങ്കിൽ മേ ബി ഷോർട്ട് സർക്യൂട്ട് ആയി വേറെ ഒരു ഹൈ വോൾട്ടേജ് കയറി വന്നാലോ എന്ത് ചെയ്യരുത്, ഇതിന്റെ ബാക്കിയുള്ള സി പി യുവിനെയോ മെമ്മറിയെയോ ഒന്നും ബാധിക്കരുത്. അതേപോലെ തന്നെ അതിന്റെ ലോഡിൽ, അതിന്റെ ഔട്ട്പുട്ടിൽ അവിടെ എന്ത് സംഭവിച്ചാലും മേ ബി അവിടെ എന്ത് ചെയ്തേക്കാം, ലോഡ് ഷോർട്ട് സർക്യൂട്ട് ആയേക്കാം. അപ്പൊ എന്ത് ചെയ്തേക്കാം, അതിന്റെ ഇൻപുട്ട് ടെർമിനൽ മേ ബി കത്തിപ്പോയേക്കാം. പക്ഷെ അത് കത്തിപ്പോയാലും അത് അവിടെ നിന്ന് എടുത്തു കളഞ്ഞ് പുതിയ ഒന്ന് വെച്ച തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്ന രീതിയിലേക്ക് ഈ ഒരു സിസ്റ്റത്തിനെ മാറ്റിയത് ഇത്തരത്തിലുള്ള ഈ ഒരു ഒപ്റ്റിക്കൽ ഐസൊലേഷൻ ആണ്. ഓക്കെ, സോ അത് ഈ ഒരു മൊത്തം ആർക്കിടെക്ചറിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെ അതിന്റെ ഒരു സർവൈവബിലിറ്റി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പി എൽ സിയുടെ ഇൻപുട്ട്, ഇവിടെ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ഇൻപുട്ട് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ഒരു ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡിഫറൻസുകൾ എന്ന് പറയുന്നതാണ്. സോ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് ആണ് ഇവിടെ കുറച്ചെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്, അവിടെ ലിമിറ്റ് സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ലേസർ സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ സെൻസേഴ്സ് ഈവൻ നിങ്ങളിപ്പോ മിനി പ്രോജക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഓഡിനോ അല്ലെ അതേപോലുള്ള ബോർഡ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവും, പലതരം സെൻസേഴ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈവൻ നിങ്ങൾ അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ പോലും കണ്ടിട്ടുണ്ടാവും അറ്റ്ലീസ്റ്റ്. സോ അതിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് ഇൻഡസ്ട്രിയൽ സെൻസേഴ്സ് വരുന്നത്. കാരണം അതെന്താണ്, അത്രയും ഹാർഷായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാനുള്ള രീതിക്കായിരിക്കും അതിനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു സെൻസറിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സുപ്പീരിയർ ആയിരിക്കും നമ്മുടെ ഏതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ളതാണെങ്കിലും ഹോബിസ്റ്റ് ലെവൽ സെൻസേഴ്സിനെ വെച്ച് നോക്കുമ്പോഴോ വളരെയധികം സുപ്പീരിയർ ആയിരിക്കും. സോ ഞാൻ ഇന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചെങ്കിലും പറയാൻ പോകുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സെൻസേഴ്സിനെ പറ്റിയാണ്. സോ രണ്ട് തരത്തിലുള്ള ഡിജിറ്റൽ സെൻസേഴ്സ് ആണ് നമുക്ക് ഇൻഡസ്ട്രിയലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ നമുക്ക് NPN സെൻസേഴ്സ്, PNP സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് പറയാം. ഓക്കെ, പിന്നെ അതേപോലെ ഈ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നതും അതേപോലെ അത് എന്തിന്റെ ബേസിലാണ്, ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മേ ബി ഇവിടെ നിങ്ങൾക്ക് മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സ് കാണാൻ പറ്റും. അവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സെൻസറിന്റെ വർക്കിങ്ങിനെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കപ്പാസിറ്റി പ്രോക്സിമിറ്റി സെൻസറിൽ ആക്ച്വലി മെഷർ ചെയ്യുന്നത് കപ്പാസിറ്റൻസ് ആണ്. ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സിൽ ആക്ച്വലി മെഷർ ചെയ്യുന്നത് ഇൻഡക്റ്റൻസ് ആണ്. ഇത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസും അതേപോലെ തന്നെ വേറെയാണ്. എസ്പെഷ്യലി മെറ്റാലിക് പാർട്ടുകൾ വരുന്നിടത്താണ് മാഗ്നറ്റിക് പ്രോക്സിമിറ്റി സെൻസേഴ്സും ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സെൻസേഴ്സും യൂസ് ചെയ്യുന്നത്. ഈ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്ന സ്ഥലങ്ങളിലാണ് കപ്പാസിറ്റീവ് സെൻസേഴ്സിന്റെ യൂസ് കാര്യമായിട്ട് വരുന്നത്. സോ ഏത് ഇൻഡസ്ട്രി അവിടെ എന്ത് പ്രൊഡക്റ്റ് അല്ലെ എന്തിനെയാണ് നമുക്ക് സെൻസ് ചെയ്യാനുള്ളത് എന്നതനുസരിച്ച് ഈ ഒരു ചോയ്സ് മാറും. അവിടെ എങ്ങനെ ചോയ്സ് മാറിയാലും അതൊരു ഡിജിറ്റൽ സെൻസർ ആണെങ്കിൽ അത് രണ്ട് തരത്തിലേ വരും. അതിനെ NPN PNP എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ആ ഒരു നെയിമിങ് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ രണ്ടാൾക്കാരും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സെൻസേഴ്സ് തന്നെയാണ്. സോ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറയാം. ഇതിലെ ഫസ്റ്റ് NPN സെൻസറിന്റെ കാര്യം ഞാൻ പറയാം. സോ ഏതൊരു സെൻസറിനെ ഇപ്പം ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു സംതിങ് ഒരു ട്രിഗർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതൊരു ട്രിഗറിങ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പം PLC ആണെങ്കിൽ PLC അല്ലെ എംബഡഡ് സിസ്റ്റം ആണെങ്കിൽ എംബഡഡ് സിസ്റ്റം, അതിന്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്ടിലേക്ക് നമുക്കൊരു സിഗ്നൽ, ഒരു പെർട്ടിക്കുലർ സിഗ്നൽ കൊടുക്കണം. സോ ആ ഒരു സിഗ്നൽ എങ്ങനെ കൊടുക്കുന്നു എന്നതാണ് ഇവിടെയുള്ള ബേസിക് ഡിഫറൻസ്. സോ NPN ആ സിഗ്നലിനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, അതേപോലെ PNP ആ സിഗ്നലിനെ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് എന്നതാണ് ബേസിക് ഡിഫറൻസ്. ഇവിടെ NPN സെൻസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സപ്പോസ് അവിടെ ഒരു ട്രിഗറിങ് നടന്നു. അതായത് ഇപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു മെറ്റാലിക് ബോഡി മേ ബി അല്ലേ വേണ്ട ഒരു പ്ലാസ്റ്റിക്, നമ്മുടെ നേരത്തെ ആ ബോട്ടിൽ പ്ലാന്റിന്റെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഫില്ലിംഗ് മെഷീന്റെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യുമ്പോൾ വാട്ടർ വന്ന് വീഴുന്ന ആ ഒരു കൃത്യമായ പൊസിഷനിലേക്ക് ഒരു വാട്ടർ ബോട്ടിൽ വന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുന്നതാണ് നമ്മളിവിടെ കപ്പാസിറ്റി പ്രോക്സിമിറ്റി സെൻസർ വെച്ച് ചെയ്യുന്ന കാര്യം. ഓക്കെ, വൺസ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി, അവിടെ ഒരു ബോട്ടിൽ വന്നു. അപ്പൊ അതെന്തായി, അത് ആ ഒരു സെൻസർ ട്രിഗർ ആയി. ഈ ട്രിഗർ ആയതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ബോട്ടിൽ ഉണ്ട് എന്നതിന്റെ പ്രസൻസ് ആണ് ഈ ട്രിഗർ എന്ന് പറയുന്നത്.
സോ ആ ട്രിഗറിങ് നടക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് എത്തിക്കുന്നത് എന്നതിന്റെ ബേസിക് ഡിഫറൻസ് ആണ് NPN PNP എന്ന് പറയുന്നത്. ഇവിടെ NPN-ലാണെങ്കിൽ ആ ഒരു സെൻസർ, ഇവിടെ NPN സെൻസേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു NPN ടൈപ്പ് സെൻസേഴ്സ് അതുവരെ ആ സിസ്റ്റത്തിലോട്ട് കൊടുത്തുകൊണ്ടിരുന്ന പവർ സപ്ലൈ അല്ലെങ്കിൽ അതിന്റെ കറണ്ട് ഫ്ലോ, അതിന്റെ ഏതൊരു സെൻസറിനും ഒരു ഔട്ട്പുട്ട് പിന്ന് കാണുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെൻസർ എടുക്കുകയാണെങ്കിൽ തന്നെ അതിന് 2 പവർ സപ്ലൈ, ഒരു പോസിറ്റീവ് നെഗറ്റീവ്, പിന്നെ ഒരു ഒരു ഔട്ട്പുട്ട് പിന്ന്. സോ ആ ഔട്ട്പുട്ട് പിന്നിൽ ആ ഒരു സെൻസറിന്റെ ട്രിഗറിങ് നടക്കുമ്പോൾ വോൾട്ടേജ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടോ എന്നതിനെ ബേസ് ചെയ്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത് NPN PNP എന്ന് പറയുന്നത്. സോ ഒരു ഡിറ്റക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് പിന്നിൽ അല്ലെങ്കിൽ സിഗ്നൽ പാത്തിൽ ഒരു കറണ്ട് ഫ്ലോ ഇല്ല എങ്കിൽ അത് NPN ടൈപ്പ് സെൻസേഴ്സ് ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവൻ ഒരു കോഡിങ്ങിന്റെ ഒരു ലോജിക്കിൽ പറയുകയാണെങ്കിൽ ഇതിനെ ആക്റ്റീവ് ലോ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ പുൾ ഡൗൺ സെൻസേഴ്സ് എന്ന് കൂടി പറയാറുണ്ട്. നമ്മൾ അത്രയും നേരം എന്ത് ചെയ്തു, ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ടിരുന്നു, അതിന്റെ ട്രിഗറിങ് നടക്കുമ്പോൾ ആ സിഗ്നൽ കട്ടാവും. സോ ഇതിനെയാണ് ആക്റ്റീവ് ലോ എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് PNP സെൻസേഴ്സ് എന്ന് പറയുന്നത്. PNP സെൻസേഴ്സ് ആ ട്രിഗറിങ് നടക്കുമ്പോൾ നടക്കാത്തിടത്തോളം ആ ഒരു സിഗ്നൽ പാത്തില് ഈ ഒരു സെൻസറിൽ നിന്ന് PLC ആണെങ്കിൽ PLC, എംബഡഡ് സിസ്റ്റം ആണെങ്കിൽ എംബഡഡ് സിസ്റ്റം, അതിലേക്ക് പോകുന്ന ആ ഒരു കൺട്രോൾ പാത്തില് ഇതിന്റെ സെൻസർ ട്രിഗർ ആവാത്തിടത്തോളം ഒരു സിഗ്നൽ ഇല്ല, ഒരു കറണ്ട് ഇല്ല. ഓക്കെ, ബട്ട് വൺസ് അത് ട്രിഗർ ആയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരു കറണ്ട് ഫ്ലോ നടക്കും, ഒരു വോൾട്ടേജ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ PNP സെൻസർ വഴി പോകുന്നത്. ഇതിനെ എന്ത് ചെയ്യുന്ന, ഇതിനെ തൊട്ട് മുമ്പേ പറഞ്ഞ രീതിക്ക് പറയുകയാണെങ്കിൽ ആക്റ്റീവ് ഹൈ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ പുൾഡ് അപ്പ് സിറ്റുവേഷൻ എന്ന് പറയാറുണ്ട്. സോ ഇത്തരത്തിൽ 2 തരത്തിലുള്ള ഡിജിറ്റൽ ഇൻപുട്ട് സെൻസേഴ്സ് ആണ് നമ്മൾ ഇൻഡസ്ട്രിയിലും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ PNP സെൻസേഴ്സിനാണ് ഒരു പ്രിഫറൻസ് കൂടുതൽ. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, തൊട്ട മുകളിലത്തെ കണ്ടീഷൻ എന്താണ്, അവിടെ ഓൾവേസ് കറണ്ട് അല്ലെങ്കിൽ സിഗ്നൽ പാത്തിൽ ഒരു സിഗ്നൽ ഉണ്ടാവും, പക്ഷേ അവിടെ ഒരു ഡിറ്റക്ഷൻ നടക്കുമ്പോൾ ഇല്ല. സോ റിവേഴ്സ് ലോജിക്കാണ് എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രസൻസ് ഉള്ളപ്പോൾ സിഗ്നൽ ഇല്ല. പക്ഷേ PNPയുടെ കാര്യം എന്താണ്, അവിടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറിങ് നടക്കുമ്പോൾ സിഗ്നൽ ഉണ്ട്. സോ അവിടെ ആ ഒരു ലോജിക്ക് നമുക്ക് കുറച്ചുകൂടി എളുപ്പം, അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റം ട്രബിൾ ഷൂട്ട് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലോ ഈവൻ ബിൽഡ് ചെയ്യുന്ന സിറ്റുവേഷനിൽ പോലും നമുക്ക് ഏറ്റവും എളുപ്പം ആയിട്ട് തോന്നുന്നത് ഈ ഒരു PNPയുടെ ഓപ്പറേഷൻ ആണ്. അതായത് അവിടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ട്രിഗറിങ് നടന്ന സിഗ്നൽ പോകും, ട്രിഗറിങ് ഇല്ലെങ്കിൽ സിഗ്നൽ ഇല്ല. സിമ്പിൾ ലോജിക് അല്ലേ? പക്ഷെ മുകളിലത്തെ NP എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ട്രിഗറിങ് ഉള്ളപ്പോൾ സിഗ്നൽ ഇല്ല, പക്ഷെ ട്രിഗറിങ് ഇല്ലാത്തപ്പോൾ സിഗ്നൽ ഉണ്ട്. റിവേഴ്സ് ലോജിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഈ PNP ടൈപ്പ് സെൻസേഴ്സ് ആണ് ഏറ്റവും അധികം ഫേമസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഏറ്റവും അധികം ഫേമസ് എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രിയലി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് PNPN സെൻസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനാണ് ഡിജിറ്റൽ ഇൻഡസ്ട്രിയൽ സെൻസേഴ്സിൽ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ സെൻസേഴ്സിനാണ്. സെൻസേഴ്സിന്റെ കാര്യം പോലെ തന്നെയാണ് ഇവിടെ ഔട്ട്പുട്ടിന്റെ കാര്യവും. നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കുന്നു, അതായത് നമുക്ക് ജസ്റ്റ് മേ ബി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മേ ബി എന്തായിരിക്കും, വേറൊരു ലോഡ് ആയിരിക്കാം, ഈവൻ വേറൊരു സിഗ്നൽ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിൽ പോലും അവിടെ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഏത് രീതിക്കാണ് എന്നത് ഓരോ PLC ടു PLC, ഓരോ ആപ്ലിക്കേഷൻ ടു ആപ്ലിക്കേഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഔട്ട്പുട്ട് ഓപ്ഷൻസ് ആണ് ഒരു റിലേക്ക് വരുന്നത്, ഒരു PLCക്ക് വരുന്നത്. അതിനെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് റിലേ ബേസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഒരു ഔട്ട്പുട്ട് ടെർമിനോളജി അല്ലെങ്കിൽ അതിന് ടൈപ്പ് എന്ന് പറയുന്നത് റിലേ ബേസ്ഡും, എന്നാൽ വേറൊരു ടെർമിനോളജി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ബേസ്ഡും ആണ്. നിങ്ങൾക്ക്
ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി കാണും. റിലേ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ച് ആണ്. ഓക്കെ. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണ്. ആക്ച്വലി രണ്ടും ചെയ്യുന്ന കാര്യം ഓൾമോസ്റ്റ് സെയിം ആണ്, സ്വിച്ചിങ് ആണ്. ഓക്കെ. പക്ഷേ റിലേ എന്താണ്? കമ്പാരിറ്റീവ്ലി ഹൈ കറണ്ടിനെ, ഈവൻ ടെൻസ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ആംബിയേഴ്സിനെ, ഹൺഡ്രഡ്സ് ഇല്ല എന്തായാലും ഒരു ബിലോ 100 ഒക്കെ നമുക്ക് പറയാം, അത്രയും ആംബിയർ ഉള്ള ഒരു കറണ്ടിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ, സ്വിച്ച് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റീസ് ഉള്ള ഒരു കാര്യമാണ് ഈ ഒരു റിലേസ് എന്ന് പറയുന്നത്. പക്ഷെ ട്രാൻസിസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഇപ്പൊ എന്താണ്, ഹൈ കറണ്ട് കപ്പാസിറ്റി റിലേയുടെ അത്ര തന്നെ ഉണ്ടെങ്കിൽ പോലും അതിന് ജനറലി പറയുന്നത് ഫാസ്റ്റ് സ്വിച്ചിങ് എന്നാണ്. ഒരു റിലേ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ച് ആയതുകൊണ്ട് തന്നെ അതിന് കമ്പാരിറ്റീവ്ലി ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് സ്പീഡ് കുറവാണ്. ഒരു സ്വിച്ചിങ് ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ മേ ബി ഇപ്പോൾ ഒരു ഇൻപുട്ട് വന്നു, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മേ ബി ഒരു ലൈറ്റ് ഓൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു മോട്ടർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നതോ ആണെന്ന് വിചാരിക്കുക. ആ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു റിലേക്ക് എടുക്കുന്ന സമയത്തിനേക്കാൾ ഒരുപാട് കുറച്ച് സമയം മതി, ചെറിയ സമയം മതി ഒരു ട്രാൻസിസ്റ്ററിന് ആക്ട് ചെയ്യാൻ. കാരണം ട്രാൻസിസ്റ്റേഴ്സ് എന്താണ്, ഫാസ്റ്റർ ഓപ്പറേഷൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അവിടെ എന്തില്ല, റിലേയുടെ പോലത്തെ ഒരു കോയിൽ മൂവ്മെന്റ്, ഒരു മെക്കാനിക്കൽ മൂവ്മെന്റ് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ കംപ്ലീറ്റ്ലി അത്തരത്തിലുള്ള ഒരു ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ഞാൻ തൊട്ടു മുമ്പേ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ റിലേയുടെ ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഇൻപുട്ടിൽ എന്ത് കണക്ട് ചെയ്താലും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ എന്ത് കണക്ട് ചെയ്താലും അത് കംപ്ലീറ്റ്ലി ഈ ഒരു സെന്ററിൽ ഇരിക്കുന്ന ആ ഒരു പ്രോസസ്സിംഗ് ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും. അതിന് ഒപ്റ്റിക്കൽ ഐസൊലേഷൻ എന്നൊരു ടേമാണ് ഞാൻ യൂസ് ചെയ്തത്. ഒപ്റ്റിക്കൽ ഐസൊലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഐസീസ് ആണ്. ഓക്കെ. ആ സെയിം ഐസി തന്നെയാണ് ഇവിടെ ഈ ട്രാൻസിസ്റ്ററിന്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നതും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഐസൊലേഷൻ ആണ്, അഥവാ ഒപ്റ്റോ കപ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസി യൂസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു സ്പെഷ്യൽ ടൈപ്പ് ഐസൊലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം സാധനം നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഈ ഒരു റിലേ വരുന്ന PLCയുടെ ഇൻപുട്ട് സ്റ്റേജ് എന്ത് തന്നെയാണ്, ഒപ്റ്റിക്കലി ഐസൊലേറ്റഡ് ആണ്. ഓക്കെ. സോ ഈ ഒരു ഭാഗം അധികം ശ്രദ്ധിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിനെ പറ്റി കൂടുതലായിട്ട് മേ ബി കേട്ടിട്ടുണ്ടാവുന്നത് EC/EE ആൾക്കാരായിരിക്കും. സോ ബാക്കിയുള്ള ബ്രാഞ്ചുകാർ ഇതിൻ്റെ അകത്തുണ്ട്, CSE പോലെയുള്ള ബ്രാഞ്ചുകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് മനസ്സിലായി. സോ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾ ഇൻപുട്ടിൽ ഏത് കണക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ ഏത് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവയ്ക്ക് എന്ത് ഇഷ്യൂ വരുന്നു, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു സെന്ററിൽ ഇരിക്കുന്ന ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിന് അല്ലെങ്കിൽ അതിന്റെ ബാക്കി വരുന്ന കാര്യങ്ങളെ ബാധിക്കാനേ പാടില്ല. ആ രീതിക്ക് ഒരു സെപ്പറേഷൻ കൊടുക്കുന്ന കാര്യമാണ് ഐസൊലേഷൻ. ഓക്കെ. സോ ആ ഐസൊലേഷൻ പലതരത്തിൽ കൊടുക്കാൻ പറ്റും. ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഇലക്ട്രിക്കലി പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡുകളിൽ ഒന്നാണ് ഒപ്റ്റിക്കൽ ഐസൊലേഷൻ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒപ്റ്റോ കപ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐസിയും കാര്യങ്ങളുമാണ്. ഓക്കെ. ഇത് ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ അടുത്ത കാര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള നിങ്ങൾ ഇതുവരെ മേ ബി കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കൺട്രോളേഴ്സ് സിസ്റ്റത്തിൽ നിന്ന് എന്താണ് ഈ ഒരു PLC ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ കാര്യമായ ഡിഫറൻസ് വരുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ. നിങ്ങൾ മോസ്റ്റ്ലി നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈവൻ വേറെ ലാബ് ഇതുപോലത്തെ പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അധികം കേട്ടിട്ടുള്ള രണ്ട് പേരുകളായിരിക്കും ഓർഡിനോ അതേപോലെ തന്നെ ESP എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഓർഡിനോയും ESPയും രണ്ടും എന്താണ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അതിന്റെ കപ്പാസിറ്റീസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ബട്ട് അത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ ലോജിക് ലെവലാണ്. ലോജിക് ലെവൽ എന്ന് പറയുന്നത് ബേസിക്കലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നിങ്ങൾ ഓർഡിനോയിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സെൻസറിന്റെ ഇൻപുട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓർഡിനോ എന്ത് ചെയ്യാണ്, ഒരു ഔട്ട്പുട്ട് നിങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഒരു പുറത്തേക്ക് ഒരു ഇൻപുട്ട്, ഒന്നുകിൽ ഒരു പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു ഇൻപുട്ട് എടുക്കുന്നു. സോ ഈ രണ്ട് സിറ്റുവേഷനിലും, ഇൻപുട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും, ഓർഡിനോയ്ക്ക് അവിടെ ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അവിടെ ഒരു ഔട്ട്പുട്ട് ഓർഡിനോ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രണ്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യണം, മിനിമം അച്ചീവ് ചെയ്യേണ്ട ഒരു വോൾട്ടേജ് ലെവൽ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, TTL എന്നും CMOS എന്നും അങ്ങനെ പല പേരിൽ തന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, ട്രാൻസിസ്റ്റർ. സോ ഈ TTL ടെക്നോളജിയുടെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടും അതേപോലെ തന്നെ CMOSന്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 ആണ്. ഇത് യൂണിവേഴ്സൽ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാര്യമായ അഡീഷൻസോ കാര്യങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഓർഡിനോ എന്താണ്, TTL ആണ് അതിന്റെ ലോജിക് ലെവൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിലെ മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അത് മനസ്സിലാക്കുന്നത്, അതിനൊരു ഇൻപുട്ട് വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മിനിമം 2 വോൾട്ട് അതിന്റെ പിന്നിൽ വരണം. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ഓർഡിനോയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി എങ്കിൽ അതിന്റെ മിനിമം വോൾട്ടേജ് ലെവൽ, നിങ്ങൾ ആ ഒരു എന്തെങ്കിലും ഒരു ഇതുപോലുള്ള എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി. ഈവൻ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് 2.7 വോൾട്ട് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് മാക്സിമം, അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. TTLന്റെ മാക്സിമം അല്ലെ ഓർഡിനോയുടെ മാക്സിമം എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. സോ ഈ 5 വോൾട്ട് വരുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 5 വോൾട്ടിനും ഈ 2.2നോ അല്ലെങ്കിൽ 2.7നോ ഇടയിലുള്ള ഒരു വാല്യൂ വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്തേക്കാം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇൻപുട്ടിനും അല്ലെ മിനിമം കൊടുത്തിരിക്കുന്ന വാല്യൂവിനും അതേപോലെ അതിന്റെ ലോവസ്റ്റ് പോയിന്റിനും ഇടയിലുള്ള ആ ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, സോ ഇവിടുത്തെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, 2.8. ഇവിടെയാണ് ആ ഒരു ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ TTLന്റെ ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 1.2 ആണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന സെൻസറിന്റെ ഇൻപുട്ട്, ഓക്കെ, ഞാൻ ജസ്റ്റ് പറയുന്ന ആ കാര്യം ഒന്ന് പിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന സെൻസറിന്റെ ഇൻപുട്ട് ഇതിലും താഴെയാണെങ്കിൽ, 2 വോൾട്ടിൽ താഴെയാണെങ്കിൽ, അവിടെ ഒരു ഇൻപുട്ട് വന്ന് എന്ന് ആ ഒരു ആർഡിനോ അല്ലെങ്കിൽ ആ ഒരു TTL ലോജിക്കിൽ മാക്സിമം 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ലോജിക്കിലുള്ള ആ ഒരു ഡിവൈസിന് മനസ്സിലാവില്ല. അതേപോലെ തന്നെ ഔട്ട്പുട്ട് കൊടുക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ അതിന് 2.7 വോൾട്ടിന് മുകളിലോട്ട് അത് ഉള്ള സിഗ്നൽ അല്ല കൊടുക്കുന്നത് എങ്കിൽ, അതായത് ഇത്രയും ഭാഗത്ത് വരുന്ന ആ ഒരു സിഗ്നൽ അല്ല, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അത്രയും അല്ല എങ്കിൽ അതിനെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാനും പറ്റില്ല. അപ്പൊ ഈ രണ്ടിന്റെ ഇടയിൽ ഒരു ഡെഡ് ബാൻഡ് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ TTLന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, 2.2 എന്ന് പറയുന്ന ഒരു ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസിന് അവിടെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ഈ ബാർ ഗ്രാഫിലും കൊടുത്തിരിക്കുന്നത് ആക്ച്വലി CMOS അഥവാ നമ്മുടെ ESP32 വർക്ക് ചെയ്യുന്ന ആ ഒരു ലോജിക്കിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അവിടെ ആ ഒരു ഇൻപുട്ട് ആ ഒരു 3.3ൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ESP32ലോട്ട് അതിന്റെ പിന്നിലേക്ക് നിങ്ങൾ ആ ഒരു പിന്നിനെ ഒരു ഇൻപുട്ടായിട്ട് കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ, അവിടെ ആ ഒരു ICക്ക് അവിടെ ഒരു ഇൻപുട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ അതിന്റെ പിന്നിൽ മിനിമം 2 വോൾട്ട് വേണം. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2.2 വോൾട്ട് ആയിരിക്കണം അതിന്റെ മിനിമം ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം എന്തായിരിക്കും, 3.3 തന്നെയായിരിക്കും. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു അൺഅക്സെപ്റ്റബിൾ റീജിയൻ നിങ്ങൾ നോക്കുക. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ, സപ്പോസ് ഇപ്പോൾ അവിടെ ഒരു നോയിസ് കയറി ഇവിടെ ഇപ്പോൾ ഈ 2 വോൾട്ടിലും താഴെ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു 0.8 വോൾട്ടിനേക്കാൾ മുകളിലുള്ള ഒരു നോയിസ്, സംതിങ് ഒരു DC സിഗ്നലോ അല്ലെങ്കിൽ ഒരു മേ ബി ഒരു AC സിഗ്നലോ കയറി വന്നിട്ട് ഇത് ഈ റീജിയണിൽ കിടക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഔട്ട്പുട്ട് പിന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻപുട്ട് പിന്നിലേക്ക് കയറി വരുന്ന
പിന്ന് അല്ലെങ്കിൽ സോറി അതിന്റെ സിഗ്നല് ഈ ഡിഫറൻസ് വന്നിട്ടുള്ള ഈ ഡെഡ് ബാൻഡിലാണ് കിടക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്ന ആ ഒരു പാത്തില്, ഓക്കെ, ESP32ന്റെ ഔട്ട്പുട്ടിലോട്ട് വരുന്ന ആ പാത്തില് നമ്മൾ ESP32 എന്ത് ചെയ്തു, 3.3 ടു 2.4ന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് കൊടുത്തതെങ്കിലും അതിന്റെ പുറത്തോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്തു, കുറെ നോയ്സ് വന്നിട്ട് ഈ 2.2ലും താഴോട്ടാണ് അത് പോകുന്നത് എങ്കിൽ, ആ സിഗ്നൽ പോകുന്നത് എങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഔട്ട്പുട്ട് ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഇതിന് ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള വേറൊരു ഡിവൈസിന് അവിടെ ഒന്നും വരുന്നില്ല എന്നൊരു ഒരു എന്താ അങ്ങനെ ഒരു രീതിയിലേക്ക് ആ ഒരു ഡിവൈസ് എത്തുകയും ആ ഒരു പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു സിഗ്നൽ മാർജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഡെഡ് ബാൻഡ് മാർജിൻ എന്ന് പറയുന്നത് CMOSന്റെ കാര്യത്തിൽ ഔട്ട്പുട്ടിൽ 2 വോൾട്ടും അതേപോലെ തന്നെ അതിന്റെ ഇൻപുട്ടിൽ അത് 1.2 വോൾട്ടും ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ലോവസ്റ്റ് പോയിന്റും ഇതിന്റെ എന്താണ് ഇവിടെ മിനിമം പോയിന്റും തമ്മിൽ, അതായത് ലോവസ്റ്റ് മാക്സിമവും അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ഈ മിനിമം തമ്മിലുള്ള ഡിഫറൻസ് ഈവൻ 2 വോൾട്ട് 3 വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ട് 2 വോൾട്ട് ആ റേഞ്ചിനകത്തേ ഉള്ളൂ. അപ്പോ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റുവേഷനിൽ അത്രയും അവിടെ എന്താണ് നോയ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വേറെ ഫിൽറ്ററിങ്ങും അല്ലെങ്കിൽ എന്താണ് EMIയും വേറെ മാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തേക്കാം, ഒരു 1 വോൾട്ട് അല്ലെങ്കിൽ ഒരു 2 വോൾട്ട് കൂടിപ്പോയ ഒരു 5 വോൾട്ട് വരെ മേ ബി എന്ത് ചെയ്തേക്കാം, നോയ്സ് ആയിട്ട് കയറി വരാൻ. 5 വോൾട്ടിൽ കൂടുതൽ വന്നാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. സോ അത്രയും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡെഡ് ബാൻഡിന്റെ മുകളിലോട്ട് ഇത് പോവുകയാണെങ്കിൽ അല്ലെ അതിന്റെ ഇടയ്ക്ക് കിടക്കുകയാണെങ്കിൽ അതിനെ എന്താണ് ഒരു നോയ്സ് ആയിട്ട്, ഒരു ഫാൾസ് അസംഷൻ ആയിട്ട് നമ്മൾ അത് കാണുകയും ആ ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഉള്ളത്, അതായത് ഈ രണ്ട് ബാൻഡിന്റെ ഇടയിൽ. എന്നാൽ ആ ഒരു സിറ്റുവേഷനിലാണ് PLCയുടെ ലോജിക്ക് അല്ലെങ്കിൽ ആ ലോജിക് ലെവല് ഡിഫറെന്റ് ആവുന്നത്. കാരണം PLCയിൽ ഒരു സിഗ്നൽ, ഒരു ലോജിക് ലോ അഥവാ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ആക്റ്റീവ് ലോ സിഗ്നൽ വരികയാണെങ്കിൽ അതിന്റെ ഐഡിയൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടും ആ ഒരു ലോജിക് ലോയുടെ തന്നെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് വരെ അതിൻ്റെ അകത്തുള്ള ഒരു സിഗ്നൽ ആണ് അവിടെ ഉള്ളത് എങ്കിൽ അതിനെ എന്ത് ചെയ്തേക്കും, ഒരു ലോ സിഗ്നൽ ആയിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ലോജിക് ഹൈയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മുടെ PNP സെൻസേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ PNP സെൻസേഴ്സ് ആക്റ്റീവ് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 24 വോൾട്ടും നമ്മൾ മിനിമം അഥവാ അവിടെ ആ ഒരു പിന്നിലെ ഒരു അല്ലെങ്കിൽ ആ സെൻസറിന്റെ ഔട്ട്പുട്ട് വന്നു എന്ന് മിനിമം ആ ഒരു പിൻസിന് മനസ്സിലാവണമെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 15 വോൾട്ടുമാണ്. സോ ഇവിടെ ഈ 15നും ഈ 5നും ഇടയിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കുക. 10 വോൾട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ? 10 വോൾട്ടിന്റെ ഒരു നോയ്സ് മാർജിൻ ആണ് ഈ PLCയുടെ കാര്യത്തിൽ അഥവാ 24 വോൾട്ട് ലോജിക്കിൽ വരുന്നത്. സോ ബാക്കിയുള്ള തൊട്ട് മുമ്പത്തെ TTLന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 1.2 ആ റേഞ്ച് ആണ്. ഇവിടെ എന്താണ് 2 വോൾട്ട് ആണ് മാക്സിമം ടോളറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുക 10 വോൾട്ട് ആണ് എന്ത് ആ ടോളറൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയും വലിയൊരു ടോളറൻസ് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മേ ബി അവിടെ എന്ത് ചെയ്തേക്കാം, സിഗ്നൽ വരാത്ത കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആക്റ്റീവ് ഹൈ അഥവാ ഒരു PNP ടൈപ്പ് സെൻസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു PNP ടൈപ്പ് സെൻസർ യൂസ് ചെയ്യുമ്പോൾ അതിന് ഹൈ എന്ന് പറയുന്ന സ്റ്റേറ്റ് അതിന് കൺട്രോളറിലേക്ക് കൊടുക്കണമെങ്കിൽ അതിന് മിനിമം 15 വോൾട്ടും മാക്സിമം അതിന്റെ ഫുൾ റെയിൽ വോൾട്ടേജ് ആയിട്ടുള്ള 24 വോൾട്ടും വേണം. പക്ഷേ എന്താണ് അവിടെ ആ ഒരു സെൻസർ ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടീഷനിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മേ ബി ആ പ്രോസസ് സ്റ്റോപ്പ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ എന്തില്ല, ആ സെൻസർ ആക്റ്റീവ് അല്ല. പക്ഷെ ആ ഒരു സെൻസറിൽ നിന്ന് ഈ ഒരു കൺട്രോളറിലേക്ക് പോകുന്ന വയറ് വേറെ കുറെ വയേഴ്സിന്റെ ഇടയിൽ കൂടെ ഒക്കെ വന്ന് അല്ലെങ്കിൽ വേറെ ഒരു ഡിവൈസിന്റെ അടുത്തൂടെ ഒക്കെ വന്ന് കുറച്ച് നോയ്സ് ഒക്കെ കയറി അതൊരു 5 വോൾട്ടും കഴിഞ്ഞൊരു 8 വോൾട്ട് 6 വോൾട്ട് ആ റേഞ്ചിലൊക്കെ ഉള്ളൊരു നോയ്സ്, അത്രയും മെഷറബിൾ ആയിട്ടുള്ള ഒരു നോയ്സ് ആണ് വന്ന് കയറിയിട്ടുള്ളത് എങ്കിൽ പോലും ആ ഒരു PLC എന്ത് ചെയ്യില്ല, അതിനെ ലോജിക് ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യില്ല.
നമ്മൾ ഇൻഡസ്ട്രിയൽ സിറ്റുവേഷൻസിൽ നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവിടെ ഇത്ര നോയിസ് ലെവലേ പാടുള്ളൂ, അവിടെ ഇത്ര EMI ലെവൽ മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. സോ 10 വോൾട്ടിന്റെ മുകളിലോട്ട് ഉള്ള ഒരു നോയിസ് എങ്ങനെ പോയാലും ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ഏത് നോയിസ് ഇവിടെ വന്ന് കയറിയാലും ഈ 10 വോൾട്ട് വരുന്ന ഈ നോയിസ് മാർജിൻ അതിനെന്താണ് വളരെ അക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ അവിടെ ആ ഒരു നോയിസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതേ സെയിം കണ്ടീഷൻ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഒരു 8 വോൾട്ട് ഇവിടെ കയറി വന്നാൽ അത് തീർന്നു. ഇവിടെ വന്നിട്ടുള്ള ഒരു 5 സോ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും ഇഷ്യൂ ഉള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് നമ്മൾ 24 വോൾട്ട് എന്ന് പറയുന്ന ഒരു ലോജിക് ലെവൽ നമ്മുടെ ESPനെ അതുപോലെ തന്നെ ഓർഡിനോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ലെവൽ നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നതിൻ്റെ ഒരു റീസൺ വരുന്നത് അവിടെയാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡിനകത്ത് വരുന്ന എല്ലാ നോയിസിനെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു നോയിസ് മാർജിൻ ഈ ഒരു 24 വോൾട്ട് ലോജിക്കിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എന്തിൽ നിന്നും ഒരു ഡിഫറൻസ് കാണിക്കുന്നത്. സോ നമുക്ക് ഇൻഡസ്ട്രിയുടെ ഒരു അവിടത്തേക്ക് ഒരു കാര്യം പിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എത്ര നോയ്സ് വന്നാലും അല്ലെ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു പ്രശ്നമില്ലാതെ ആ ഒരു ഫംഗ്ഷൻ നടക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ നമ്മൾ ഓർഡിനോ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ TTL റേഞ്ചിലുള്ള ഒരു ഡിവൈസ് വെച്ചാലോ CMOS ലെവലുള്ള ഒരു കാര്യം വെച്ചാലോ അതെന്ത് ചെയ്യണം, അത് മോസ്റ്റ്ലി ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം 2 വോൾട്ട് 3 വോൾട്ട് 5 വോൾട്ട് വരെയൊക്കെ എന്ത് ചെയ്തേക്കാം, മോസ്റ്റ്ലി അവിടെ ഒരു നോയ്സ് വന്നേക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു 24 വോൾട്ട് ലോജിക്കിന്റെ സിറ്റുവേഷനിലോട്ട് വരികയാണെങ്കിൽ അവിടെ ആ ഒരു 5 വോൾട്ടോ ഈവൻ 10 വോൾട്ട് വന്നാലും അത് എന്തല്ല ഒരു ഇഷ്യൂ അല്ല എന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. സോ ഇതാണ് ലോജിക് ലെവലിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഇത് ഇവിടെ കാണിക്കുന്ന ഒരു മെയിൻ ഡിഫറൻസ്. PLC സ്കാൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ കാര്യം സിമ്പിൾ ആണ്. ഒരു PLC എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നു എന്നതിന്റെ ഒരു കണ്ടിന്യൂസ് ലൂപ്പാണ്. ഓക്കെ, സോ അവിടെ ജസ്റ്റ് ആ ഒരു ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡയഗ്നോസിസ് നടത്തുന്നു, ഔട്ട്പുട്ടിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ ഇന്റന്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആണോ കിട്ടിയിരിക്കുന്നത്, ഇതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നൊരു കാര്യം കൂടി PLCയിൽ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു എറർ ചെക്കിംഗ് ആണ്. ഓക്കെ, സോ ഇതാണ് PLC സ്കാൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നടക്കുന്നു എന്നത് കുറച്ചുകൂടി വളരെ ഡീപ്പായിട്ട് ഇലക്ട്രോണിക്സ് ബേസിൽ പറയുകയാണെങ്കിൽ അതൊരു പ്രോട്ടോക്കോളും കാര്യമൊക്കെ ഉണ്ട്. സോ അത്രയും ഡീപ്പ് ഡൈവിനായിട്ട് ഞാൻ ഇന്നിവിടെ നിങ്ങൾ പല ബ്രാഞ്ചസിലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് പോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണ്. സോ PLC അതിനെ നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ എന്നാണ് PLCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ. സോ അവിടെ നമുക്ക് ഈ ഇത്രയും ഇൻഡസ്ട്രിയൽ യൂസ് ഉള്ള ഇത്രയും പ്രൊട്ടക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിനെ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, അത് ഏത് രീതിക്ക് പ്രോഗ്രാം ചെയ്യണം. നമുക്കിപ്പം ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, C ഉണ്ട്, C++ ഉണ്ട്, പൈത്തൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് അതിനൊരു വലിയ ലിസ്റ്റ് തന്നെ നമുക്കുണ്ട്. ഈവൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത മെയിൻ സ്ട്രീം അല്ലാത്ത ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പല സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക പോലും ചെയ്യാത്ത പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ PLC പോലെ ഇത്രയും വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിവേഴ്സൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഏത് രീതിക്ക് പ്രോഗ്രാം ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. അത് IEC അഥവാ ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് 5 ലാംഗ്വേജസിനെ അല്ലെങ്കിൽ 5 മെത്തേഡ്സിനെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസുകൾ ഉണ്ട്. ഓരോന്നും എവിടെയാണത് യൂസ് ചെയ്യുന്നത് എന്നതിൻ്റെയും നമുക്ക് ഏത് പിക്ക് ചെയ്യാം, അല്ലെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഏതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പിക്ക് ചെയ്യുന്നതിനും ഒരു സെലക്ഷൻ ഉണ്ട്. സോ അതെങ്ങനെ നടത്താന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സീക്വൻഷ്യൽ കൺട്രോൾ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലാഡർ ലോജിക്ക് വളരെ പെർഫെക്റ്റ് ആണ്. ലാഡർ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈവൻ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ലൈനോ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ സെൻസേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്ച്വേറ്റേഴ്സ് വരുന്ന ഒരു പ്രൊഡക്ഷൻ ലൈൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ
അവിടെ നമുക്ക് സ്ട്രക്ചേർഡ് ടെക്സ്റ്റും ഫങ്ഷണൽ ബ്ലോക്സും ആണ് നമുക്ക് ഏറ്റവും എളുപ്പം. കാരണം അത് റെപ്രസെന്റ് ചെയ്യാൻ, അതിനെ റൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡീബഗ് ചെയ്യാനും, ഇഷ്യൂസ് വന്നാൽ ഡീബഗ് ചെയ്യാനും നമുക്ക് എളുപ്പം എന്താണ്, സിമ്പിൾ കോംപ്ലക്സ് സിസ്റ്റം വരുമ്പോൾ അവിടെ ഫങ്ഷണൽ ഡയഗ്രാംസും അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ടെക്സ്റ്റും ആണ് ഏറ്റവും ബെസ്റ്റ്. ഇൻസ്ട്രക്ഷൻ ലിസ്റ്റും സ്ട്രക്ചേർഡ് ഏകദേശം എന്താണ് സ്ട്രക്ചേർഡ് ടെക്സ്റ്റിന്റെ സിമിലർ ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ്. അവിടെ എന്താണ് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് 1 by 1 ആയിട്ട്. നമ്മുടെ ഈ ആൽഗോരിതം പോലെ ഒരു പരിപാടിയാണ് അത്. എന്തായാലും അതിന്റെ ഒരു മെത്തേഡ് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പരിചയപ്പെടാം. അപ്പൊ അത് ജസ്റ്റ് ഇതിന്റെ ഇത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലാഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാഡർ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സിമ്പിൾസ് ആണ് അതിൽ വരുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 3 phase മോട്ടറിന്റെ കൺട്രോൾ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. PLC-നെ വെച്ച് നോക്കുമ്പോൾ അല്ലെ നമ്മുടെ ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്പ് എന്നുള്ളത് അതിന്റെ ഒരു എന്താ പറയുക ഒരു ബേബി ലെവൽ അത്രയും ചെറിയ അല്ലെ അത്രയും സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു 3 phase മോട്ടറിനെ ഒരു 3 phase ഇലക്ട്രിക് മോട്ടറിനെ നമ്മൾ ക്ലോക്ക് വൈസിലും അതേപോലെ തന്നെ എന്താണ് ആന്റി ക്ലോക്ക് വൈസിലും കറക്കുന്നത് എങ്ങനെയാണ് എന്നത് ഒരു PLC വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ലാഡർ ഡയഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് ജസ്റ്റ് ഒന്ന് പറയാം. അതിനു മുമ്പ് ഒരു ലാഡർ ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഏതൊരു സിസ്റ്റം ആണെങ്കിലും അവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സോ ലാഡർ ബ്ലോക്ക് ഡയഗ്രത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഇൻപുട്ടിലുള്ളത് മേ ബി ഒരു മോട്ടർ ആയിരിക്കാം, ബൾബ് ആയിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. പക്ഷെ എന്താണെങ്കിലും അത് ലാഡർ ബ്ലോക്ക് ഡയഗ്രത്തിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ടിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഒരു ഇൻപുട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്, കണ്ടീഷണലി ഓൺ ആവുന്ന ഇൻപുട്ട് ഉണ്ട്. അഥവാ ഒരു കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രോൾ ഇൻപുട്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ്, അഥവാ ഇത് ഓൾവേസ് ഓൺ ആയിട്ടുള്ള ഒരു സ്വിച്ചിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ അതിന് തൊട്ടിപ്പുറത്ത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള കപ്പാസിറ്റർ അല്ല കേട്ടോ, അതായത് നമ്മൾ കപ്പാസിറ്റർ സിമ്പിളുമായിട്ട് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ സിമ്പിളുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിലാണ് നിങ്ങളിത് കാണുന്നത് എങ്കിൽ അതിനെ മനസ്സിലാക്കുക, അതൊരു നോർമലി ഓപ്പൺ ആയിട്ടുള്ള NO എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, സോ ഇതിനെ ഇങ്ങനെ എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് ഇതിന് ഓരോ അനോട്ടേഷൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ലാഡർ ബിൽഡ് ചെയ്യുന്നത്. ഈ ഒരു ലാഡറിന്റെ ഒരറ്റത്ത് ഈ 2 അറ്റത്തെയും ഈ വെർട്ടിക്കൽ ലൈൻസിനെ അതിന്റെ പവർ ലൈൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ പവർ ലൈൻസ് എന്നാണ് ഈ 2 എൻഡിലുള്ള കാര്യങ്ങളെയും പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഈ പവർ ലൈൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈൻസ്, ഇവിടെ ഉള്ള ഈ ഒരു ഹൊറിസോണ്ടൽ, ഇവിടേക്കുള്ള 3 ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. ഇതിനെ റങ് എന്ന് പറയും. ഓക്കെ, RUNG റഗ്. ഓക്കെ, സോ ഇത്തരത്തിലൊരു പവർ ലൈൻസും റങ്ങും അതിന്റെ ഇടയിൽ എന്താണ് ഇത്തരത്തിലുള്ള നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്, ഔട്ട്പുട്ട്, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് ഇങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലാഡർ ഡയഗ്രം എന്ന് പറയുന്നത്. സോ ഒരു ലാഡർ ഡയഗ്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു PLC പ്രോഗ്രാം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർസ്, സിമുലേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ സെഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഡൂമോർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സിമുലേറ്റർ ആണ്. ഇത് എന്താ ആക്ച്വലി ആ കമ്പനി അവരുടെ PLCs ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിവൈസിനെ സെലക്ട് ചെയ്യാതെ തന്നെ നമുക്കൊരു സിമുലേഷനും പോസിബിൾ ആണ്. സോ ഞാൻ ജസ്റ്റ് ഇനി എന്ത് ചെയ്യണം, എൻ്റെ സ്ക്രീൻ ഒന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൂമോർ ഡിസൈനർ 2.11.2 അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ആണ്. സോ അതിന്റെ ഇന്റർഫേസിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ തൊട്ട് മുമ്പേ കാണിച്ചിട്ടുള്ള ആ ഒരു മോട്ടറിന്റെ എക്സാമ്പിൾ, അഥവാ ആ ഒരു 3 phase മോട്ടർ
നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ അതിനെ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ക്ലോക്ക് വൈസിലും അതേപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസിലും എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു മോഡലാണ് ആക്ച്വലി ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തേക്കുന്നത് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ഒരു നോർമലി ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ച് ആണ്. ഞാൻ ഈ ഒരു സിമുലേഷനിൽ എന്ത് ചെയ്തിട്ടില്ല, നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്വിച്ചസ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇത്രയും ഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഔട്ട്പുട്ടും ഇവിടെ ഇത്രയും ഭാഗത്ത് നിങ്ങൾ കാണുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സിമ്പിൾ ഇതിപ്പോ നിങ്ങൾ ഈസി ആണെങ്കിലും ട്രിപ്പിൾ ആണെങ്കിലും ഏത് സർക്യൂട്ട് ബ്രാഞ്ചുകാരാണെങ്കിലും വളരെ പരിചയമുള്ളൊരു സാധനമാണ്. എന്താണിത്? നോട്ടാണ്. അഥവാ നമ്മുടെ നോട്ട് ഗേറ്റ് പോലൊരു സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഞാനത് എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഞാൻ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇവിടെ ഞാൻ ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഞാൻ ആ ഒരു ഇത് കാണിച്ചിട്ട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഫസ്റ്റ് ആ ഒരു പവർ സപ്ലൈ എനേബിൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു മെയിൻ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വിച്ചിനെ, അത് നോർമലി ഓപ്പൺ ആണ്, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ടാപ്പ് ചെയ്താൽ മാത്രമേ ആക്റ്റീവ് ആവും. സോ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഔട്ട്പുട്ട് വരണം. സോ ഇവിടുത്തെ ഈ പവർ ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ഇവിടെ താഴത്തെ ഈ നാലാമത്തെ അഞ്ചാമത്തെ റെഞ്ചിലോട്ട് നോക്കുക. ഇവിടെ ഒരു ഔട്ട്പുട്ട് 1 വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഫോർവേഡ് അതുപോലെ തന്നെ റിവേഴ്സ് അഥവാ ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസിൽ കൺട്രോൾ ചെയ്യുന്ന റിലേസിലേക്ക് പവർ സപ്ലൈ വരും. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ആക്റ്റീവ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യൂ, ഈ രണ്ട് കാര്യങ്ങളിലോട്ടും പവർ സപ്ലൈ എത്തൂ. പക്ഷെ ആ ഇവിടുത്തെ പവർ സപ്ലൈനെ ആക്റ്റീവ് ചെയ്യുന്നത് ഈ തൊട്ട് മുകളിലത്തെ രണ്ട് സ്വിച്ചാണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു നോട്ട് ഗേറ്റ് ഇട്ടതിന്റെ അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ സപ്പോസ് ഇപ്പൊ ഞാൻ ഈ ഒരു മോട്ടറിനെ ഫോർവേഡ് ഡയറക്ഷൻ അഥവാ നമുക്കിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിളിൽ കാണാൻ പറ്റും. ഇവിടെ എന്തുണ്ട്, ഫോർവേഡ് റിവേഴ്സ് എന്നുകൊണ്ട് രണ്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഫോർവേഡ് കൊടുക്കുമ്പോൾ എനിക്ക് ഫോർവേഡ് മോഷൻ വേണം, അതായത് ഇവിടുത്തെ ഈ ഒരു ഫോർവേഡ് കോണ്ടാക്ടർ ആക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സ് കോണ്ടാക്ടർ എന്തായിരിക്കണം, ഡിസേബിൾഡ് ആയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ റിവേഴ്സ് ഡയറക്ഷനിൽ കറക്കുമ്പോൾ ഈ ഫോർവേഡ് കോണ്ടാക്ടർ എന്തായിരിക്കണം, അവിടെ ഓപ്പൺ ആയിരിക്കണം, റിവേഴ്സ് കോണ്ടാക്ടർ അവിടെ ക്ലോസ്ഡ് ആയിരിക്കണം. ഇൻ കേസ് ഞാൻ എന്താണ് അബദ്ധവശാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ടത്തരത്തിന് ഈ രണ്ട് ബട്ടണും കൂടി ഒരുമിച്ച് പ്രസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും രണ്ട് റിലേയും അല്ലെങ്കിൽ രണ്ട് കോണ്ടാക്ടേഴ്സും ഒരുമിച്ച് ആക്റ്റീവ് ആകുന്ന സിറ്റുവേഷൻ വരരുത്. ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ ഒരു റിലേനെ ഇങ്ങനെ ഒരു നോട്ടിനെ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇവിടുത്തെ പരിപാടി ഈ ഒരു നോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഇവിടുത്തെ ഫോർവേഡ് അഥവാ നമ്മുടെ ഫോർവേഡ് റിലേനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കോണ്ടാക്ടിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡ് റിലേ ആക്റ്റീവ് ആകും. ഫോർവേഡ് റിലേ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് 1 അഥവാ നമ്മൾ 1-0 എന്ന് പറയുന്ന ഓൺ ഓഫ് കണ്ടീഷനെ 1-0 എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 1 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾക്കറിയാം നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ അതിനെ ഇൻവേർട്ടർ എന്ന് കൂടി വിളിക്കാറുണ്ട് അല്ലേ. അതായത് അതിനെ DC AC ആക്കുന്നുള്ളതുകൊണ്ടല്ല, അവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് ഇൻപുട്ടിനെ അത് എന്ത് ചെയ്യും, ഇൻവേർട്ട് ചെയ്യും. അത് 1 കൊടുക്കുമ്പോൾ 0 കിട്ടും, 0 കൊടുത്താൽ 1 കിട്ടും. സോ ഇവിടെ ഈ ഒരു ഫോർവേഡ് സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു 1 കിട്ടും. ആ 1 എന്തായിരിക്കണം, ഇപ്പുറത്ത് 0 ആയിരിക്കണം. ഇപ്പുറത്ത് ഇവിടെ 0 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, റിവേഴ്സ് സ്വിച്ചിലേക്ക് പവർ സപ്ലൈ അവിടെ വരാൻ പാടില്ലാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. അതേസമയം ഞാനിപ്പോ ഇവിടെ ഈ സ്വിച്ച് ഫോർവേഡ് സ്വിച്ച് ആക്റ്റീവ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഫോർവേഡ് സ്വിച്ച് ആക്റ്റീവ് ചെയ്തില്ല എങ്കിൽ ഫോർവേഡ് റിലേ ക്ലോസ് ആണ്. ഓക്കെ, അഥവാ ഇവിടെ 0 ആണ്. ഇവിടുത്തെ സെയിം ഫോർവേഡ് റിലേയുടെ പേര് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അത് 0 ആണെങ്കിൽ ഇവിടെയും അത് 0 ആയിരിക്കും. ഇവിടെ അത് 0 ആണെങ്കിൽ അത് നോട്ട് എന്ത് ചെയ്യും, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ അത് 1 ആക്കും, അഥവാ ഈ സൈഡ് അത് ആക്റ്റീവ് ആക്കും. ഈ സൈഡിൽ ആക്റ്റീവ് ആക്കുമ്പോൾ ആക്റ്റീവ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു റിവേഴ്സ് സ്വിച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും, എനിക്ക് അവിടുത്തെ എന്റെ റിവേഴ്സ് റിലേ ആക്റ്റീവ് ആകും. സോ ഇതാണ് അവിടുത്തെ ബേസിക് ഫംഗ്ഷൻ.
ഇൻ കേസ് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് തിരിച്ച് ചെയ്യുകയാണെങ്കിൽ അഥവാ ഈ ഫോർവേഡ് ഇവിടുത്തെ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായി 1 ആയി, അപ്പൊ ഇവിടെ 0 ആവും. അപ്പോൾ ഈവൻ എന്താണ് ഞാൻ ഫോർവേഡും അതേപോലെ തന്നെ ബാക്ക്വേഡും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഒരുമിച്ച് വർക്ക് ചെയ്യാതെ, അഥവാ രണ്ട് കോണ്ടാക്റ്റും അത് രണ്ട് റിലേസും ഒരേ സമയം ഓപ്പൺ ആവാത്ത സിറ്റുവേഷൻ വരും. ഇതാണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. രണ്ട് കോണ്ടാക്ടേഴ്സും ഒരുമിച്ച് ആക്റ്റീവ് ആവുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. ആ ഒരു എക്യുപ്മെന്റ് നമ്മുടെ 3 ഫേസ് മോട്ടർ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഡാമേജ് ആവും. അതിന്റെ വൈൻഡിങ് കത്തിപ്പോവുകയും ബാക്കിയുള്ള പവർ ലൈൻസിനെ ബാധിക്കുകയും അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനും വരും. സോ അതിനു വേണ്ടി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത ലോജിക്കാണ് ഇത്. സോ ഇത് ഇങ്ങനെ ചെയ്തു വരാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ടൈം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പക്ഷെ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആണ്. ഈ വൺസ് എന്താണ് ഇതിന്റെ ഓരോ എലമെന്റും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ജസ്റ്റ് 5 ലൈനിൽ ഒരു ലാഡർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 500 ലൈനിലുള്ള ലാഡർ വരെ ഒറ്റയടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി ഇതിന്റെ സിമുലേഷൻ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സോഫ്റ്റ്വെയറിൽ സിമുലേഷൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി അതിന്റെ സിമുലേറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്യാണ്. സോ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതാണ് ഈ സിമുലേറ്ററിന്റെ കൺട്രോൾ പാനൽ. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ മെഷീൻ ഇന്റർഫേസ് HMI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാനലിന്റെ ഒരു വിർച്വൽ റെപ്രസെന്റേഷൻ ആണ് ആക്ച്വലി നിങ്ങളിവിടെ കാണുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു PLCനെ ആക്റ്റീവ് ചെയ്യാനുള്ളതും സ്റ്റോപ്പ് ചെയ്യാനുള്ളതും അതിന്റെ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ നിങ്ങൾ 16 DI അഥവാ ഡിജിറ്റൽ ഇൻപുട്ട്, 16 ഡിജിറ്റൽ ഇൻപുട്ട്സ് ഇതിൽ പോസിബിൾ ആണ്, 16 ഡിജിറ്റൽ ഔട്ട്പുട്ട്സ് ഇതിൽ പോസിബിൾ ആണ്. കുറെ മെമ്മറി സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു C0 എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് ഒരു ബിറ്റ് സപ്പോസ് ഇപ്പം 1 വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അത് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. അതേപോലെ നമുക്കിവിടെ അനലോഗ് ഇൻപുട്ടും അനലോഗ് ഔട്ട്പുട്ടും അങ്ങനെ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ഒരു സിമുലേറ്റർ തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കൗണ്ടേഴ്സിനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈവൻ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ആ പ്രൊഡക്ഷൻ ലൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ എത്ര ബോട്ടിൽസ് ഒരു സെക്കൻഡിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം എത്ര ബോട്ടിൽസിന് ആ സിസ്റ്റം കൗണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇനി എന്തെങ്കിലും ടൈമർ വെക്കണമെങ്കിൽ, അതായത് സപ്പോസ് ഇപ്പൊ നമ്മൾ പറയുകയാണ് ഒരു 10 മിനിറ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഒരു ടാങ്ക് ഫിൽ ആവണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ നടക്കണം, അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഫാന് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ടൈമർ ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആ ടൈമർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഈ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾഡ് ആയി കിടക്കും. സോ ഇനി ഇവിടുത്തെ ഈ ഒരു ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ലാഡറിനെ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതിനെ റൺ മോഡിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, റൺ മോഡിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും, അവിടുത്തെ ഈ ഒരു പവർ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആകുന്നതിന്റെ ഒരു സംഭവം കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെ റൺ മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വെക്കുകയാണ്, അതായത് ഇവിടം വരെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്തില്ല. വാട്ട് എവർ, എന്തായാലും ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, എനിക്ക് X0 എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ മെയിൻ സ്വിച്ചിനെ എനിക്ക് ആക്റ്റീവ് ചെയ്യണം. സോ ഞാൻ അവിടെ ആക്റ്റീവ് ചെയ്യാൻ പോവാണ്. ഇതാ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മെയിൻ സ്വിച്ച് ആക്റ്റീവ് ചെയ്തപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ എന്ത് ചെയ്തു, ഞാൻ മെയിൻ സ്വിച്ച് ആക്റ്റീവ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, പവർ ആക്റ്റീവായി. പവർ ആക്റ്റീവായി എന്ന് പറയുമ്പോൾ ഫോർവേഡ് കോണ്ടാക്റ്റിലോട്ട് പോകുന്ന രണ്ട് റിലേസിന്റെയും ഇൻപുട്ടിൽ പവർ വന്നു. ഓക്കെ, രണ്ടിന്റെയും ഇൻപുട്ടിൽ പവർ വന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അത് ഇവിടെ കാണുന്ന പോലെ എന്ത് ചെയ്തിട്ടില്ല, ആ കോണ്ടാക്റ്റിനെ ആക്റ്റീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റിലേസിലോട്ട് പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, X1 അഥവാ ഇവിടുത്തെ X1 എന്ന് പറയുന്ന സ്വിച്ച് അഥവാ ഞാൻ ഫോർവേഡ് ഞാൻ ആക്ഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ X1 എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ, ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ X1 എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ഫോർവേഡ് റിലേ ആക്റ്റീവ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആക്റ്റീവായി. ഓക്കെ, അതിവിടെ എന്ത് ചെയ്തു, Y1 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടുകയും ചെയ്തു. ആ സെയിം Y1 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതാ ഇവിടെയുള്ളത്, അതേപോലെ തന്നെ ഇവിടെയുള്ളത്. പക്ഷെ അവിടെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് എവിടെ മാത്രമാണ്, ഫോർവേഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഫോർവേഡ് കോണ്ടാക്ട് വരുന്ന ഇവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, അതിനൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് റിവേഴ്സ് റിലേ എന്താണ്, സ്റ്റിൽ ഓഫ് ആണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ ഞാൻ പവർ ആക്റ്റീവ് ചെയ്തപ്പോൾ ഈ രണ്ട് സ്ഥലത്തും വന്ന
കാര്യം സെയിം ആണ്, പവർ വന്നു. പക്ഷേ ഇവിടെ ഫോർവേഡ് റിലേ ആക്റ്റീവ് ചെയ്തപ്പോൾ ഇവിടെ 1 ആയി, ഇപ്പുറത്തത് എന്തായി, 0 ആയി. 0 ആകുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും എന്ത് ചെയ്യില്ല, ഈ ഒരു ഔട്ട്പുട്ട് റിവേഴ്സ് റിലേ ട്രിഗർ ആവില്ല. സോ ഈ ഒരു കണ്ടീഷനിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു മൊത്തം സിസ്റ്റത്തിനെയും വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അവിടെ ആ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഫോർവേഡ് സ്വിച്ചും ആക്റ്റീവ് ചെയ്തു, അതേസമയം എന്ത് ചെയ്തു, റിവേഴ്സ് സ്വിച്ചും ആക്റ്റീവ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഫാൾസ് കണ്ടീഷൻ ആണ് ഞാൻ കൊടുത്തത്. ഞാൻ ശരിക്കും ഇങ്ങനെ എന്താണ് ഒരു പ്രൊട്ടക്ഷൻ ഫീച്ചർ വെച്ചില്ല ഇല്ലെങ്കിൽ എൻ്റെ മോട്ടർ ആ സ്പോട്ടിൽ കത്തിപ്പോകും. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഫോർവേഡും കൊടുത്തു, ആ റിവേഴ്സ് ബട്ടൺ ഞാൻ ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടും എൻ്റെ റിവേഴ്സ് റിലേ ആക്റ്റീവ് ആയില്ല. കാരണം എന്താണ്, ഞാൻ ഇങ്ങനെ ഒരു ഫെയിൽ സേഫ് മെക്കാനിസം ഇവിടെ കൊടുത്തു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്യാണ്. അതുപോലെ തന്നെ X1 ക്ലോസ് ചെയ്യാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇപ്പൊ എന്ത് ചെയ്തു, ഞാൻ 2 കോണ്ടാക്റ്റും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഈ ഒരു റിവേഴ്സ് സ്വിച്ച് ആക്റ്റീവ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം, ദാ ഇവിടെ ഈ ഒരു Y4 എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു കോണ്ടാക്ട് തൊട്ട് മുകളിൽ ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന പോലെ, ഇവിടെ ഔട്ട്പുട്ട് വന്ന് നിൽക്കുന്ന പോലെ അവിടെ എന്ത് ചെയ്യണം, ഒരു ലൈറ്റ് വരണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു ആക്ഷൻ കറക്റ്റ് നടന്നു, അവിടെ പ്രോപ്പറായിട്ട് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അഥവാ നമ്മുടെ മോട്ടോർ റിവേഴ്സ് ആയി എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ റിവേഴ്സ് റിലേ അഥവാ ഇവിടെ ഏതാ അത്, ഫോർവേഡ് റിലേ, റിവേഴ്സ് റിലേ, റിവേഴ്സ് സ്വിച്ച് എന്ന് പറയുന്നത് X2. ഓക്കെ, നോക്കുക ഇവിടെ X2, ഞാൻ X2 ആക്ടിവേറ്റ് ചെയ്യാണ്. ഓക്കെ, X2 ആക്ടിവേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇവിടെ എന്തല്ല, ഫോർവേഡ് റിലേ ഓപ്പൺ ആണ്. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർവേഡ് റിലേ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഈ ഔട്ട്പുട്ടും എന്തായിരിക്കും, 0 ആയിരിക്കും, ഇവിടെയും 0 ആയിരിക്കും. ഓക്കെ, കാരണം രണ്ടിന്റെയും നെയിം ഒന്നാണ്. ഇവിടെയും ഫോർവേഡ് റിലേ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെയും ഫോർവേഡ് റിലേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിന്റെയും എന്താണ്, ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇവിടെ 0 ആവുമ്പോൾ ഈ നോട്ടിന്റെ ഇപ്പുറത്ത് അത് എന്തായി, അതിനെ 1 എന്ന് പറഞ്ഞാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ അത് 1 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് റിലേ ആക്റ്റീവ് ചെയ്യാനും, റിവേഴ്സ് റിലേ വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് കോൺട്രാക്ടറിനെ അഥവാ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള റിവേഴ്സ് കോൺട്രാക്ടറിനെ നമുക്ക് ആക്റ്റീവ് ചെയ്യാനും ഈ മോട്ടറിന്റെ ഡയറക്ഷൻ മാറ്റാനും പറ്റും. നിങ്ങൾക്ക് ഇപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കമ്പാരിറ്റീവ്ലി എത്ര സിമ്പിൾ ആണ് ഈ ഒരു കാര്യം എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ് നമ്മൾ ആ ലോജിക്ക് പറഞ്ഞു പോകുമ്പോൾ. സോ ഈ ഒരു കാര്യമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഞാൻ ഇനി എല്ലാ സ്വിച്ചും ഓഫ് ചെയ്യാണ്, എൻ്റെ പവർ ഞാൻ ഇന്ന് ജസ്റ്റ് ഓഫ് ചെയ്യാണ്. പവർ ഓഫ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം, ഈ X0 ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ സ്വിച്ച് ആയിട്ട്. ജസ്റ്റ് പവർ തിരിച്ച് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഈ ഒരു സിമുലേഷൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. നമ്മൾ ആ ഒരു സിമുലേഷൻ പോർഷൻ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഞാൻ എക്സിറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ജസ്റ്റ് 5 ലൈനിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സെക്യൂരിറ്റി, അത്രയും കോഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം PLC വെച്ച് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ PLCയിലോട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എനിക്ക് ആകെ ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് 5 ലൈനിൽ അതിനെ കോൺഫിഗർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ലോഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അവിടുത്തെ ഒരു ഓപ്പറേറ്ററുടെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ വയറിങ്ങിലെ ഇഷ്യൂ കൊണ്ടോ പോലും ആ ലോഡിന് ഒരു പ്രശ്നവും വരരുത്. ആ മോട്ടർ എന്തായിരിക്കണം, ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ കണ്ടീഷൻ. സോ അത്രയും ഇൻഡസ്ട്രിയിൽ ഗ്രേഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു 1000 സംതിങ് രൂപ അല്ലെങ്കിൽ മേബി 1 ലക്ഷം രൂപ വരുന്നൊരു മോട്ടറിനെ റൺ ചെയ്യാൻ വേണ്ടി ഒരു 20,000 10,000 രൂപ വരുന്ന PLC വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി എനിക്ക് എഴുതേണ്ടി വന്നത് ആകെ 5 ലൈൻസ് മാത്രമാണ്. സോ അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അതേസമയം അത് ഇൻഡസ്ട്രിയിൽ എങ്ങനെ അതിൻ്റെ ഒരു മീനിങ് വരുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു സിമുലേറ്റർ വെച്ചിട്ട് ഈ സെയിം സാധനം എനിക്കൊരു PLCയിലോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി എനിക്കിവിടെ റൈറ്റ് PLC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് എനേബിൾ ചെയ്യാനുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു PLC കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഓപ്ഷൻ അവിടെ ഡിസേബിൾ ആയി കിടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു വർക്ക്ഷോപ്പിനകത്ത് നമുക്ക് PLC ബേസ്ഡ് ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഡെമോ സെഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അതിന്റെ സിമുലേഷൻ ആണ് കണ്ടത്.
പക്ഷേ ആ ഒരു സിമുലേഷൻ എന്താണ്, മേ ബി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അല്ലെ എന്താണ് ഇവിടെ ഒരു സ്വിച്ച് വരുമ്പോൾ അപ്പുറത്തോട്ട് പോയി അത് ഓണായി എന്ന് തോന്നുന്നതായിരിക്കും. പക്ഷേ ഇൻ ഇൻഡസ്ട്രിയൽ കേസ്, ഇൻ ആക്ച്വൽ ഇൻഡസ്ട്രിയൽ കേസ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ അതിന്റെ ആ ഒരു ഗൗരവത്തിൽ നിങ്ങൾ ഇതിനെ കാണുക. ജസ്റ്റ് ഒരു സിമുലേഷൻ ആണ്, പക്ഷെ ആ സിമുലേഷൻ എന്തുണ്ട്, മേ ബി ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഇൻഡസ്ട്രി. അതാണ് ആ ഒരു ക്വാളിറ്റിയാണ് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കഴിയുന്ന ഒരു ഗ്രാജുവേറ്റ്, അതിപ്പം മേ ബി എഞ്ചിനീയറിംഗ് ആണെങ്കിലോ ഡിപ്ലോമ ആണെങ്കിലോ വാട്ട് എവർ, ഏത് ടെക്നിക്കൽ കോഴ്സ് കഴിയുന്ന ഒരു ഗ്രാജുവേറ്റിന്റെ അടുത്ത് നിന്നും ഒരു ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ എത്ര കാര്യം സിമ്പിളായിട്ട് ചെയ്യുന്നു എന്നതല്ല, അത് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യരുത്, വേറെ ഇഷ്യൂസ് ഉണ്ടാവരുത്. നമ്മളുടെ ഒരു പ്രശ്നക്കുറവുണ്ട് അല്ലെ നോളജ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് അവിടുത്തെ ഫസ്റ്റ് കൺസേൺ. സോ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുക. ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ മേ ബി നമ്മുടെ സിലബസ് പഠിച്ച അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈവൻ എക്സാം എഴുതിയ ലാബിൽ ചെയ്ത വൈവയ്ക്ക് നമ്മൾ ചോദിച്ച സാധനം അല്ല നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ, എസ്പെഷ്യലി ഇതേപോലുള്ള കോർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ആ ഒരു ഡിഫറൻസ്. സോ എന്തുകൊണ്ട് PLC ഇത്രയും ഡോമിനേറ്റ് ആയി നിൽക്കുന്നു, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു സിമുലേഷൻ കണ്ട് ഞാനത് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണണം. ഇത്ര PLC എന്താണ് കമ്പാരിറ്റീവ്ലി എംബഡഡ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അതിന് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് കുറച്ചുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും എന്തുകൊണ്ട് അതിനെ നമ്മൾ ഇൻഡസ്ട്രീനെ ഇപ്പോഴും അത് ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ലാഡർ ഡയഗ്രം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അത്രയും സിമ്പിൾ ആയിട്ട് ഒരു 5 ജസ്റ്റ് എന്താണ് റങ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു എൻറ്റയർ ഇൻഡക്ഷൻ മോട്ടറിനെ അല്ലെങ്കിൽ ഒരു 3 ഫേസ് മോട്ടറിനെ വളരെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്തത്. സോ അത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന വേറൊരു സാധനത്തിന്റെ ആബ്സെൻസ് കാര്യമായിട്ട് ഇപ്പോൾ ഉണ്ട്. സോ വേറെ അത്രയും ഈ PLC പോലെ ഇത്രയും ഡൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രയും കേപ്പബിൾ ആയിട്ടുള്ള അതേസമയം സിമ്പിളും വളരെ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ റീപ്ലേസ്മെന്റ് നമുക്ക് നിലവിലില്ല എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ടേജ് ആണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത് PLC അതിന്റെ ഒരു ഫുൾ പവർ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു PLCയുടെ ഡോമിനൻസ് ഇൻഡസ്ട്രി 4ലാണ് കാര്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു. ഇൻഡസ്ട്രി 5 എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു കൺസെപ്റ്റ് തന്നെയാണ്. അവിടെ PLC മേ ബി എന്ത് ചെയ്തേക്കാം, ഒരു സബ്സിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഡോമിനൻസ് അത്രയും കുറഞ്ഞു പോയേക്കാം ബാക്കിയുള്ളതിന്റെ കാര്യങ്ങൾ വന്നിരുന്നാൽ പോലും. എന്നാൽ പോലും നമ്മുടെ ഇൻഡസ്ട്രി വെർഷൻ 5ലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പേ വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് PLCയുടെ ഒരു രാജവാഴ്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇൻഡസ്ട്രി 5 ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ, അല്ലെങ്കിൽ ഹിറ്റ് ചെയ്താലും സ്റ്റിൽ ചെറിയ കാര്യങ്ങളെ ഫങ്ഷൻ ചെയ്യാനോ ഈവൻ സബ് സിസ്റ്റംസിനെ റൺ ചെയ്യാനോ സ്റ്റിൽ നമുക്ക് അവിടെ എന്ത് വേണം, PLCയുടെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവുകയാണ്. അഥവാ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് PLC ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ആണ്. പക്ഷെ ഇനി ഇവിടെ മുതലേ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ സെക്കൻഡ് കാര്യം പറയാൻ നോക്കുകയാണ്, ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള എംബഡഡ് കൺട്രോൾ സിസ്റ്റം. സോ എംബഡഡ് സിസ്റ്റംസ് മേ ബി നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഏതെങ്കിലും വർക്ക്ഷോപ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെഷൻസ് ആയിട്ടോ നിങ്ങൾ കേട്ട് കാണും, മേ ബി കണ്ടു കാണും, അല്ലെ പഠിച്ചു കാണും. ഓക്കെ, പക്ഷെ അത് ഇൻഡസ്ട്രിയൽ ഗ്രേഡിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് പോരാ, നമ്മൾ ആ ഒരു അറിയാവുന്ന കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ PLC അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. PLC എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ആ ഒരു റോബസ്റ്റ് സൈസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യം ജസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു എംബഡഡ് സിസ്റ്റവും ഒരു PLCയും ഒരേ കപ്പാസിറ്റി ഉള്ള 2 സിസ്റ്റവും തമ്മിൽ അതിന്റെ സൈസിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ട്. അത് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറച്ചുകൂടി പർപ്പസ്ഫുള്ളി പറയുകയാണെങ്കിൽ PLC എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ ഒറ്റ PLC കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സെൻസേഴ്സിന്റെ ഇൻപുട്ട് റീഡ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ ലൈനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരു കൺവെയറിനെ അഥവാ നമ്മുടെ ഈ ഒരു വാട്ടർ ബോട്ടിലിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ ബോട്ടിൽസിനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ സാധനം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ PLC വെച്ച് ചെയ്ത കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യമുണ്ട്. എസ്പെഷ്യലി ഏറ്റവും അധികം നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ കാണിച്ചിട്ടുള്ള ഈ ഒരു മോട്ടോർ കൺട്രോൾ. ഇവിടെ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലൊരു മോട്ടോർ ഓണാക്കാൻ എന്താ ചെയ്യുക, ജസ്റ്റ് എന്താണ് അവിടെ സ്വിച്ച് ഉണ്ടാവും, ഒരു 10-30 ആംപിയർ കപ്പാസിറ്റി ഉള്ള സ്വിച്ച് കാണും, പ്രസ് ചെയ്യും, മോട്ടോർ റൺ ആവും, വാട്ടർ ഫില്ല് ആകുമ്പോൾ എന്ത് ചെയ്യും, തിരിച്ച് ഓഫ് ചെയ്യും, കഴിഞ്ഞ പരിപാടി അല്ലേ. പക്ഷേ ഒരു നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള യൂസ് ചെയ്യുന്ന മോട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 2000 വാട്ട്സിന് താഴെ മാക്സിമം എന്ത് ചെയ്യാറുള്ളൂ, നമ്മുടെ ഡൊമസ്റ്റിക് മോട്ടേഴ്സ് കൺസ്യൂം ചെയ്യാറുള്ളൂ. പക്ഷെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയിലെ പവർ കൺസപ്ഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് കിലോ വാട്ടിലോ മെഗാ വാട്ടിലോ ആയിരിക്കും. സോ അത്രയും പവർ ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലുള്ള ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മോട്ടോർ കൺട്രോളർ പോലുള്ള സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരേ സപ്ലൈ ലൈനിൽ കൊടുത്തിട്ടുള്ള ഒരു മോട്ടറും ഒരു ബൾബും, ഒരു നമ്മുടെ 60 വാട്ടിന്റെ 40 വാട്ടിന്റെ ഒരു ഇൻകാർഡസെന്റ് ബൾബും ജസ്റ്റ് അല്ലെങ്കിൽ വേണ്ട ഒരു LED ബൾബ് എടുത്ത് ഒരുമിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ, ആ മോട്ടർ ഓൺ ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റന്റ് നേരത്തേക്ക് ആ ഒരു ലൈറ്റിന് എന്താവും, ഒരു ചെറിയൊരു ലൈറ്റ് ഒന്ന് കുറയും, ചെറുതായിട്ട് ലൈറ്റ് ജസ്റ്റ് എന്ത് ചെയ്യും, ഒന്ന് കുറഞ്ഞു കിട്ടും. സോ ആ ഒരു വ്യത്യാസം നമ്മുടെ വീട്ടിൽ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ആ ഒരു മോട്ടറിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പവർ സർജ് ആണ്, ഒരു കറണ്ട് സർജ് ആണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഗ്രേഡിലോട്ട് വരുമ്പോൾ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ചെറിയ പവറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 1000 വാട്ട്സിന് താഴെയുള്ള പവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അവിടെ എന്താണ്, കിലോ വാട്ട് മെഗാ വാട്ട് പവറിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരം സിസ്റ്റം വരുന്നത്. സോ അത്രയും വലിയ സിസ്റ്റം വരുമ്പോൾ അവിടെ വരുന്ന ഈ ഒരു പവർ സർജ് മേ ബി എന്ത് ചെയ്തേക്കാം, അവിടെ ചിലപ്പോൾ ഒരു മോട്ടർ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു സെക്ഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്തേക്കാം, പവർ കിട്ടാതെ ഓഫായി പോകും. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്, വേറെ സിസ്റ്റത്തിൽ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ട് റീസ്റ്റാർട്ട് ആയി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തൊട്ട് മുമ്പത്തെ പറഞ്ഞ ഒരു വാട്ടർ പ്രൊഡക്ഷൻ ലൈന്, അല്ലെങ്കിൽ ആ വാട്ടർ എന്താണ് വാട്ടർ പ്രൊഡക്ഷൻ അല്ല, വാട്ടർ ഫില്ലിംഗ് ലൈന്, അത് ഫില്ല് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാങ്ക് എന്ത് ചെയ്തു, കാലിയായി, അല്ലെങ്കിൽ അത് നിറയ്ക്കണം. അതിനു വേണ്ടി ഒരു മോട്ടർ ഓൺ ചെയ്യുന്ന ആ സ്പോട്ടിൽ അതിനൊരു പവർ സർജ് ഉണ്ടാവുകയും ആ പവർ സർജ് എന്ത് സംഭവിച്ചു, ആ ഒരു മൊത്തം സപ്ലൈ ലൈനിലെ കറണ്ട് മൊത്തം കൂടുതൽ അങ്ങോട്ട് പോയി ബാക്കിയെല്ലാം ഡൗൺ ആയി. ചിലതൊക്കെ എന്ത് ചെയ്തു, ഒരു സെക്കൻഡ് അവിടെ സ്റ്റോപ്പായി, അല്ലെങ്കിൽ കുറെ സെക്കൻഡ് സ്റ്റോപ്പായി, അല്ലെങ്കിൽ ചില സിസ്റ്റം റീസ്റ്റാർട്ടായി വരികയാണെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, കറക്റ്റ് ആ ഒരു ബോട്ടിൽ ആ ഒരു നോസിലിന് താഴെ വരുന്നതിന് മുമ്പേ എന്ത് ചെയ്തേക്കാം, ചിലപ്പം ആ ഒരു വാട്ടർ ഇഞ്ചക്ഷൻ നടന്നേക്കാം, മേ ബി വെള്ളം പുറത്തു പോയേക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം, അതിന്റെ സ്പീഡ് കൂടിയേക്കാം, അല്ലെങ്കിൽ എന്താണ് അതുവരെ കൗണ്ട് ചെയ്തിട്ടുള്ള, ഇപ്പം സപ്പോസ് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം വോളറ്റൈൽ മെമ്മറി കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിൽ ഓരോ സിസ്റ്റം ഓരോ രീതി കരുതും. എന്നാലും ഞാൻ എക്സാമ്പിൾ പറയാണ്, അതിനകത്തിരിക്കുന്ന ഒരു വോളറ്റൈൽ മെമ്മറി ആണെങ്കിൽ അതെന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ എറേസ് ആയി പോയിട്ട് ചിലപ്പം 100 എണ്ണം, ചിലപ്പോൾ 100-110 എണ്ണം പോയിട്ടുണ്ടെങ്കിലും ഈ പവർ സർജ് വന്നിട്ട് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പിന്നെയും കൗണ്ട് ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള എറർ ഒരു ഇൻഡസ്ട്രിക്ക് ഒരിക്കലും താങ്ങാനാവുന്ന ഒരു സാധനമല്ല. അവിടെ അതെന്താണ്, മാക്സിമം ഒഴിവാക്കിയേ പറ്റും. സോ അത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്നാൽ കുറച്ച് പ്രൊട്ടക്ഷനോട് കൂടി ചെയ്യേണ്ട ടാസ്ക് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PLCക്ക് പകരം അത്രയും ജനറൽ പർപ്പസ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള വർഷങ്ങളുടെ എന്താണ് ഇവിടുത്തെ ഒരു പ്രസൻസ് ഉള്ള അത്രയും റോബസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ യൂസേജ് നമ്മൾ ഒഴിവാക്കുന്നത്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മോട്ടോർ ഡ്രൈവേഴ്സ്. നിങ്ങൾക്ക് ഇപ്പം മോട്ടോർ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ VFD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവർ. ഒരു മോട്ടറിന്റെ സ്റ്റാർട്ടിങ്ങിൽ അതിന് വളരെ കുറച്ച് കറണ്ട് എടുക്കും. അതേസമയം ഒരു 1-2 സെക്കൻഡ് അല്ലെ ഒരു 10 കറങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അത് ഗ്രാജുവലി എന്ത് ചെയ്ത് അതിന്റെ പവർ എടുക്കുന്നത് കൂട്ടും.
സോഫ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയും ഈ പരിപാടിക്ക്. സോ ഈ സോഫ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന കാര്യം നമുക്ക് PLC വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെന്ത് വേണം? ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എംബഡഡ് ആയിട്ടുള്ള സിസ്റ്റംസ് വേണം. അതിന് ഡെഡിക്കേറ്റഡ് മോട്ടോർ ഡ്രൈവേഴ്സ് വേണം. അതായത് നമ്മളെ തൊട്ട് മുമ്പേ ഞാൻ കാണിച്ച ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പരിപാടി പോസിബിൾ അല്ല. കാരണം ഇവിടെ എന്താണ്, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എക്സാക്ട് കാര്യമാണ് ചെയ്യുന്നത്. ആ ഫോർവേഡ് കോണ്ടാക്ടർ അല്ലെങ്കിൽ റിവേഴ്സ് കോണ്ടാക്ടർ ആക്റ്റീവ് ചെയ്യുമ്പോൾ ഒരു സ്വിച്ച് എങ്ങനെ നമ്മൾ ആക്റ്റീവ് ചെയ്യോ ആ സെയിം കാര്യമാണ് നടക്കുന്നത്. അവിടെ എന്തില്ല, ആ സ്വിച്ച് ആ ഒരു കോണ്ടാക്ട് ക്ലോസ് ആവുന്ന ഇൻസ്റ്റന്റിൽ ആ ഒരു മോട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും, അതിന്റെ മാക്സിമം ഔട്ട്പുട്ടിൽ ഒറ്റ കയറും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, 2-3 കറങ്ങുമ്പോഴേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അതിന്റെ ആക്ച്വൽ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ആ സമയത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മേ ബി ആ ഒരു MCB അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ട് ട്രിപ്പ് ആയി പോയിട്ടുണ്ടാവും. ബാക്കിയുള്ള കമ്പോണൻസിന്, ഇൻഡസ്ട്രിയൽ സാധനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇവിടെ എംബഡഡ് സിസ്റ്റം ഉള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഏതൊരു എംബഡഡ് സിസ്റ്റവും ആക്ച്വലി പറയുകയാണെങ്കിൽ അത് അപ്ലിക്കേഷൻ സ്പെസിഫിക് ആണ്. ഒരു മോട്ടോർ ഡ്രൈവറിന് യൂസ് ചെയ്യുന്ന നമുക്കൊരു PLC എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഒരു ബോട്ടിലിന്റെ ഡിറ്റക്ഷനും അതേപോലെ തന്നെ ഒരു കൺവെയർ ബെൽറ്റിന്റെ കൺട്രോളിനും വേണമെങ്കിൽ ഒരു ചെറിയ മോട്ടറിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരു കൂളിംഗ് ഫാനിന്റെ ഒക്കെ ആക്റ്റീവ് ചെയ്യാനും ഓഫ് ചെയ്യാതെ ഡീആക്ടിവേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ആ സാധനം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതേപോലെ ക്രിട്ടിക്കൽ കെയർ വരേണ്ട അല്ലെ അത്രയും കോഷ്യസ് ആയിട്ട് പ്രൊസീഡ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് കുറച്ചുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ സിസ്റ്റംസ് നമുക്ക് PLC വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റില്ല. സോ ആ സിറ്റുവേഷനിലേക്ക്, ആ ഗ്യാപ്പിലേക്കാണ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് അല്ലെ ആ ഒരു കാര്യം, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. സോ അതിന് ഈ ഒരു എംബഡഡ് സിസ്റ്റത്തിനെ പറ്റി ജനറൽ ആയിട്ട് പറയാൻ ഇത്രയും കാര്യമാണ്. ഇനി അതിന്റെ ആർക്കിടെക്ചറിലോട്ട് പറയാം. തൊട്ട് മുമ്പേ PLCക്കും നമ്മളൊരു ആർക്കിടെക്ചർ കണ്ടതാണ്. ഇവിടെയും ആക്ച്വലി എന്തുണ്ട്, ഐസൊലേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ കണ്ട PLCയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് ഏതെങ്കിലും മൈക്രോ കൺട്രോളേഴ്സ് അല്ലെ ഫാസ്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി പിന്ന് കൂടിയിട്ടുള്ള കുറച്ചുകൂടി ക്ലോക്ക് സ്പീഡ് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബെറ്റർ മൈക്രോ കൺട്രോളേഴ്സ് മതിയാവും. പക്ഷേ ഒരു ഇതുപോലുള്ള ഒരു എംബഡഡ് സിസ്റ്റം നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള ഒരു മോട്ടറിന്റെ VFD കൺട്രോളേഴ്സ് പോലുള്ള സിസ്റ്റം ആണെങ്കിൽ അതിനെന്ത് പോരാ, എന്തെങ്കിലും ഒരു നോർമൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ജനറൽ പർപ്പസ് കൺട്രോളേഴ്സ് പോരാ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സോ അതല്ലെങ്കിൽ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ FPGA ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് കോഴ്സോ ആയിരിക്കും. ഈ രണ്ട് സാധനവും തേർഡ് ഇയേഴ്സ് ഈ ഒരു മീറ്റിലുള്ള തേർഡ് ഇയേഴ്സിന് മേ ബി അവിടെ അവർ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും ലാബിലോ, അല്ലെങ്കിൽ എന്താണ് മേ ബി DSP സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ECക്കൊക്കെ. അപ്പോൾ ECക്കും ട്രിപ്പിളിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പഠിച്ച ആ ഒരു എന്താണ് കുറെ ട്രാൻസ്ഫോമും കാര്യവും അതല്ല ഞാൻ പറയുന്നത്. അത് വെച്ച് നിങ്ങൾ ലാസ്റ്റ് എന്താണ് ടെക്സസ് ഇൻസ്ട്രുമെന്റിന്റെ അല്ലെങ്കിൽ എന്താണ് സൈലൻസിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിറ്റ് നിങ്ങൾ ലാസ്റ്റ് ചെയ്യുന്നില്ലേ, ആ ഒരു കിറ്റിന്റെ കാപ്പബിലിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. സോ വളരെ ഫാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കമ്പാരറ്റീവ്ലി വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ഓപ്പറേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു എംബഡഡ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു മോട്ടർ ജസ്റ്റ് എന്താണ് അതിപ്പം ഓവർലോഡ് ആവാൻ പോവുകയാണ് എന്ന് തോന്നിക്കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസിങ് വരികയാണെങ്കിൽ ആ ഇൻസ്റ്റന്റ് അത് കട്ടാവണം. അതല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ റൈസിങ് കാര്യമായിട്ട് വന്ന ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞതിന് ശേഷം അല്ല അത് എന്ത് ചെയ്യേണ്ടത്, ഓഫ് ആവേണ്ടത്, അതിന് മുമ്പേ അത് ഓഫ് ആവണം. അതിന്റെ ഇപ്പൊ ഒരു മെക്കാനിക്കൽ എന്താണ് ഒരു അസംബ്ലി ലൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ ബെൽറ്റ്, ഇപ്പൊ അതിന്റെ ഒരു കണക്റ്റിംഗ് ബെൽറ്റ് ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷമല്ല, അതായത് പൊട്ടിക്കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താണ് അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായി ഈ കുറച്ച് സമയം കഴിഞ്ഞിട്ടല്ലേ എന്ത് ചെയ്യേണ്ടത്, അത് സ്റ്റോപ്പ് ആവേണ്ടത്. ഓൾമോസ്റ്റ് അത് പൊട്ടാറാവുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ആവണം. സോ ഇത്തരത്തിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ വരുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വളരെ ഫാസ്റ്റർ ആയിട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് ടൈം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എംബഡഡ് സിസ്റ്റം PLC കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. സോ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് നമ്മൾ സാധാരണ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ലാബിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വേറെ സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങളിപ്പോൾ പ്രൊജക്ട് ചെയ്യുമ്പോഴോ ഒക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫേംവെയർസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു
ഓർഡിനോയുടെ IDEയോ അല്ലെങ്കിൽ എന്താണ് STMോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മൈക്രോ കൺട്രോളർ ആണെങ്കിലും അതിൽ നിങ്ങൾ എന്താണ് C++ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെച്ചിട്ടുള്ള ഒരു കോഡ് എഴുതിയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ ആ കോഡ് എഴുതി ചെയ്യുന്നതിനെയും അതേപോലെ ഹാർഡ്വെയറിൽ കോൺഫിഗർ ചെയ്യുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് കാര്യമായിട്ട് വരുന്നത് ഈ ഒരു ഇവിടെയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു എംബഡഡ് സിസ്റ്റത്തിലാണ്. ഇവിടെ ഫിംവെയറിൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു എംബഡഡ് സിസ്റ്റവും അതേപോലെ തന്നെ ഹാർഡ്വെയർ ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു എംബഡഡ് സിസ്റ്റവും തമ്മിൽ അതിന്റെ റെസ്പോൺസ് ടൈം, അതിന്റെ എക്സിക്യൂഷൻ ടൈം എന്ന് തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് വേണ്ട കണ്ടീഷൻസിൽ നമ്മൾ ഹാർഡ്വെയർ ലോജിക്ക് സെലക്ട് ചെയ്യൂ, നമ്മൾ സോഫ്റ്റ്വെയർ ഫേംവെയർ ലോജിക്കിലോട്ട് പോവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾവേസ് അങ്ങനെ ഒരു സജഷൻ ഇവിടെ ഉണ്ട്. ഇനിയാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് PLC ഇത്രയും എന്താണ് ഇൻഡസ്ട്രിയിൽ ത്രൈവ് ചെയ്യുന്നു, അതേസമയം ഇതുപോലുള്ള എംബഡഡ് സിസ്റ്റംസ് എന്തുകൊണ്ട് അത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നില്ല, ഈവൻ അതിനേക്കാൾ വളരെ ഫാസ്റ്റർ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഒരു സുപ്പീരിയോറിറ്റി ഇതുവരെ കൈവരിക്കാൻ എംബഡഡിന് കഴിഞ്ഞില്ല എന്നതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ സർക്യൂട്ട് ബോർഡ്സ് ആണ്. അതിൽ അത്രയും ചെറിയ അല്ലെങ്കിൽ അത്രയും എന്താണ് സെൻസിറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ആണ് ഈ ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ കോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കോർ അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക്സ് നോയ്സിന് വളരെയധികം എന്താണ് കടന്നു കയറാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ PLCയിൽ മേ ബി യൂസ് ചെയ്തിട്ടുള്ളത് 24 വോൾട്ട് ലോജിക്ക്, ഞാൻ ഈ പ്രസന്റേഷൻ ആദ്യം പറഞ്ഞ 24 വോൾട്ട് ലോജിക്ക് ആണെങ്കിൽ ഇവിടെ ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ എന്തല്ല, ആ ഒരു 24 വോൾട്ട് അല്ല, അവിടെ എന്ത് ഉണ്ട്, 5 വോൾട്ട് ലോജിക്ക് ഉണ്ട്, 3.3 വോൾട്ട് ലോജിക്ക് ഉണ്ട്, ഈവൻ 1 വോൾട്ട് ലോജിക്ക് വരെ ഉണ്ട്. സോ അത്രയും എന്താണ് നോയ്സിന് അത്രയും പ്രോൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അത്രയും എന്താണ് നോയ്സി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി അതിന്റെ ഹാർഡ്വെയർ ഡിസൈനിൽ, ഓക്കെ, അതിന്റെ ഹാർഡ്വെയർ ഡിസൈനിൽ അത്രയും ക്രിട്ടിക്കലായിട്ട് കെയർ കൊടുത്തിട്ട് ഇതിനെ ഒരുപാട് തവണ ടെസ്റ്റ് ചെയ്ത്, ഈവൻ PLCക്ക് എന്താ ആവശ്യമില്ല, ജസ്റ്റ് എല്ലാം അസംബിൾ ചെയ്ത് ലാസ്റ്റ് 2 ചെക്ക് കഴിഞ്ഞ് വരുവാണ്, പാക്ക് ചെയ്യാം. പക്ഷെ ഇതിനത് പോരാ. ഇതിന് ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുക്കും. അതിന്റെ പലതരത്തിൽ അതിനെന്താണ് സിമുലേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് റൺ ചെയ്യുന്ന സിമുലേഷൻ അല്ല, അതിൽ ആൻസസിൽ ഇട്ടിട്ട് അതെന്ത് ചെയ്യും, നോയ്സിന്റെ സിമുലേഷൻ നോക്കും. അതേപോലെ തന്നെ ഈ വേറെ ഇപ്പോ ഈ ഓട്ടോകാഡ് അല്ല, എന്താ പറയാ, ആ ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ, അതായത് അതിന്റെ തെർമൽ എന്താണ് എത്രത്തോളം തെർമലി സ്റ്റേബിൾ ആണ് നോക്കും. അതുപോലുള്ള ഒരു 1000 സിമുലേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരൊരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഈ പ്രോട്ടോടൈപ്പിനെ എടുത്തിട്ട് ഒരു ഇൻഡസ്ട്രിയൽ കണ്ടീഷനിൽ കൊണ്ടുപോയിട്ട് ഈവൻ ദിവസങ്ങളല്ല, മാസങ്ങളല്ല, മേ ബി വർഷങ്ങളോളം ഒന്ന് വർക്ക് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരതിനെ ഫൈനലി അതിനെന്ത് ചെയ്യുന്നത്, മേ ബി പ്രൊഡക്ഷൻ ലൈനിലോട്ട് കൊടുക്കുന്നത്, അതിനെ എന്താണ് ബൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതുവരെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള അത്രയും വലിയൊരു ടെസ്റ്റിംഗ് ഫേസിലൂടെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ എംബഡഡ് സിസ്റ്റത്തിനുണ്ട്, പക്ഷേ PLCക്ക് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഒരിപ്പോൾ പുതിയ സിസ്റ്റം വരികയാണെങ്കിൽ, ഒരു പുതിയ PLCയും ഒരു പുതിയ എംബഡഡ് സിസ്റ്റവും വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം മാർക്കറ്റിൽ എത്തിക്കാൻ സുഖം PLC തന്നെയാണ്. കാരണം എംബഡഡ് സിസ്റ്റം അത് ആ ഒരു രീതിക്ക് സെറ്റായി വരാനുള്ള ടൈമാണ് പ്രശ്നം. ഓക്കെ, സോ ഇവിടുത്തെ ആ ഒരു മൊത്തം എംബഡഡ് സിസ്റ്റത്തിന്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആ ഒരു ഹാർഡ്വെയർ ഡിസൈനിലാണ്. അതിന്റെ ഇലക്ട്രോണിക്സ്, അതിന്റെ PCB ഡിസൈൻ എത്രത്തോളം പ്രോപ്പറായിട്ട് ചെയ്യുമോ, എത്രത്തോളം നോയ്സ് ഫ്രീ ആയിട്ട്, എത്രത്തോളം ഐസൊലേഷൻ കൊടുത്തിട്ട് ചെയ്യുമോ, അത്രത്തോളം അതിന് ഈവൻ എന്താ പറയുക ഫാരഡേ കേജിങ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നിങ്ങൾ മൊബൈൽ ഫോണിന്റെ ഒക്കെ ജസ്റ്റ് കവർ അഴിച്ച് നോക്കി അതിന്റെ ബോർഡൊക്കെ കാണാൻ പറ്റും. അതിന്റെ കോറോ അല്ലെ മെയിൻ ഐസീസ് ഒന്നും പുറത്ത് കാണില്ല, പകരം അവിടെ ഒരു മെറ്റാലിക് കേസിംഗ് ആയും കാണാൻ പറ്റും. ആ മെറ്റാലിക് കേസിങ്ങിനെ ഫാരഡേ കേജ് എന്ന് പറയും. സോ അതായത് നമ്മുടെ ഫാരഡേയുടെ ഒരു ലോ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അതായത് ഒരു ഷെല്ലിന്റെ ഔട്ടറിൽ മാത്രമേ എന്ത് കാണൂ, ചാർജ് കാണൂ, അതിന്റെ മിഡിലില് അഥവാ അതിന്റെ ബാക്കി പോർഷനിൽ കാണുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ +2 കണ്ടാണ് സയൻസുകാരുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കാര്യം പഠിച്ച ഓർമ്മ ഉണ്ടാവും, ഫാരഡേ കേജിങ് എന്ന് പറഞ്ഞിട്ടുള്ള. സോ അതുകൊണ്ട് ആ സെയിം പ്രിൻസിപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും വരുന്നത്.
സോ അതുകൊണ്ട് തന്നെ അത്രയും എന്താണ് കോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ PLC എന്നില്ല അത്രയും കോംപ്ലിക്കേഷൻസ് ഡിസൈനിലോ ഓപ്പറേഷൻസിലോ വരുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു കാര്യത്തിനെ ഡിസൈൻ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആ ഒരു ഹാർഡ്വെയറിന് നമ്മൾ എങ്ങനെ ജീവൻ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി എല്ലാ ഫേംവേഴ്സും എന്തായിരിക്കും, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പോൾ C++ ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ അതിന്റെ C# അല്ലെങ്കിൽ എനിത്തിങ് ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഇതൊക്കെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷെ ഹാർഡ്വെയർ ലെവലാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്താണ്, അഥവാ നമുക്കൊരു ഫാസ്റ്റർ റെസ്പോൺസ് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ്. ഇതിലെ വെരിലോഗ് അല്ലെങ്കിൽ എന്താണ് HDL കാര്യങ്ങളൊക്കെ മേ ബി എന്ത് ചെയ്തേക്കാം, എന്തായാലും EEE ആൾക്കാർ അവർക്ക് അവർ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഇയറിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ അല്ലെ നിങ്ങൾ തേർഡ് ഇയറിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ട് ഉണ്ടാവും. അതായത് അത് ലോജിക് സർക്യൂട്ട്സിന്റെ കൂട്ടത്തിലാണ് അത് വരുന്നത്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി C++ വെച്ച് നോക്കുമ്പോൾ തലവേദനയാണ്, സത്യം പറഞ്ഞാൽ തലവേദനയാണ്. ആ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതിനെ റൈറ്റ് ചെയ്യുന്ന രീതി നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നും. ഈവൻ C++ എഴുതുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റീഡബിലിറ്റി ആണ്, നമുക്ക് കുറച്ചുകൂടി ഫംഗ്ഷൻസിനെ മനസ്സിലാക്കാൻ പറ്റും. അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോഴോ ബിൽഡ് ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്താണ് അതിന്റെ ലൂപ്പ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇനീഷ്യലൈസേഷൻ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പക്ഷേ വെരിലോഗ് ഒരിക്കലെങ്കിലും അത് എന്താണ് അതിന്റെ സിമുലേറ്റർ ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ FPGA-യിലോ അല്ലെങ്കിൽ അതേപോലുള്ള ഒരു ബോർഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അതിനെ കൃത്യമായിട്ട് അറിയാം. അത് എന്തല്ല ബാക്കിയുള്ള ഒരു ഫേംവെയർ പോലെയുള്ള ഒരു മെത്തേഡിനെ അപേക്ഷിച്ച് എത്രത്തോളം എന്തല്ല ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല എന്ന് മനസ്സിലാകും. കാരണം അത് എഴുതുന്നത് ആ രീതിക്കാണ്. ഒരു ഫേംവെയർ വരുന്ന സ്ഥലങ്ങളിൽ C++ വന്നിട്ട് നമ്മളിപ്പോൾ ഓർഡിനോയെ പ്രോഗ്രാം ചെയ്യാന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഓർഡിനോയെ നമ്മൾ എന്താണ് ഒരു പിൻ നമ്പർ 2 അതിലെന്ത് ചെയ്യണം, ഒരു സിഗ്നൽ വരണം, ഒരു LED ഓൺ ആവണം, കഴിഞ്ഞ പരിപാടി. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ ആക്ച്വലി ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഹാർഡ്വെയറിനെ പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. ഫേംവെയർ ബേസ്ഡ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റത്തിൽ അല്ലെ പ്രോഗ്രാമിംഗ് മെത്തേഡിൽ നമ്മൾ സോഫ്റ്റ്വെയറിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, ഹാർഡ്വെയറിനോട് നീ എന്ന കാര്യം ചെയ്യ്, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യുന്ന പറയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹാർഡ്വെയർ ലെവലിൽ നിങ്ങൾ HDL വെരിലോഗിൽ ചെയ്യുമ്പോൾ, FPGA-ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താ, ആ ഒരു ഹാർഡ്വെയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡയറക്ട്ലി കോൺഫിഗർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അകത്ത് ഒരു ടൈമർ ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ടൈമർ കോഡ് വെച്ച് എഴുതുകയല്ല ചെയ്യുന്നത്. പകരം ഒരു ഹാർഡ്വെയറിനോട് നീ ടൈമറായിട്ട് ആക്ട് ചെയ്യ്, നീ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യ്, നീ അല്ലേ ഇതിന്റെ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്. അവിടെ ആക്ച്വലി ആ ഒരു ടേം ഡിഫറെന്റ് ആണ്. നമ്മൾ HDL-ന്റെ കാര്യത്തിൽ അവിടെ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, ഹാർഡ്വെയറിന്റെ കോൺഫിഗറേഷൻ ആണ്. സോ ഒരു ഹാർഡ്വെയറിനെ എങ്ങനെ പെർഫോം ചെയ്യണം അല്ലെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാർഡ്വെയർ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഫേംവെയർ ബേസ്ഡ് ആയിട്ടുള്ള C++ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പറയുന്നത് എന്താ, ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഹാർഡ്വെയറിനെ പണിയെടുപ്പിക്കാനാണ്. മറ്റേ സ്ഥലത്ത് ഈ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് വരുന്ന സ്ഥലത്ത് ഹാർഡ്വെയറിനെ നമ്മൾ ഡയറക്ട്ലി എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. സോ ആ ഒരു സോഫ്റ്റ്വെയർ ടു ഹാർഡ്വെയർ ചേഞ്ച് അല്ലെങ്കിൽ എന്താണ് തിരിച്ചു പോകുന്ന ഒരു ഡിഫറൻസ് അവിടെ വരുന്നില്ല. കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും നമുക്ക് ഹാർഡ്വെയർ സിറ്റുവേഷൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്രിട്ടിക്കൽ കണ്ടീഷൻസ് വരുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ FPGAs യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാറില്ല, മൈക്രോ കൺട്രോൾസ് ഒഴിവാക്കുകയാണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ആ ഒരു VFD അഥവാ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോറി, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രവും കുറച്ച് കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കാര്യം എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെ ഇത് കൺട്രോൾ ചെയ്യേണ്ടതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് ആക്ച്വലി ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു മോട്ടറിന്റെ ഔട്ട്പുട്ട് പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ഈ ഒരു ഭാഗത്താണ്. അഥവാ ഇവിടുത്തെ ഈ ഒരു ഇൻവെർട്ടർ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ ഒരു 3 ഫേസ് മോട്ടറിനെ റൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി റിലേസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അറിയുന്നില്ല. IGBT ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി ഇത്തരത്തിലുള്ള ഹൈ പവേർഡ് ആപ്ലിക്കേഷൻസിൽ IGBTs ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്, അഥവാ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു NPN നമ്മുടെ ബൈപോളാർ ട്രാൻസിസ്റ്ററിന്റെയും മോസ്ഫെറ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഒരു IGBT എന്ന് പറയുന്നത്. സോ ഹൈ പവർ എന്താണ്, ഹൈ വോൾട്ടേജ്, ഹൈ ആംബിയർ, ഹൈ കറണ്ട് സ്വിച്ചസ് ആണ് IGBTs എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് IGBTs ആണ്. സോ ഈ IGBTസിന്റെ ഇൻപുട്ട് നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് പോലെ, മോസ്ഫെറ്റിന്റെ ഗേറ്റ് പോലെ ഈ ഒരു IGBTയുടെ ഇൻപുട്ടിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സിഗ്നൽ കൊടുക്കുന്നത്. അതായത് ഈ ഒരു സെക്ഷൻ ഒരു സീക്വൻസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ ഒരു മോട്ടർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ സീക്വൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു സ്ലോലി സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും. നമ്മുടെ തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു PLCയിലുള്ള അല്ലെങ്കിൽ റിലേ ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നം എന്താണ്, അവിടെ എന്താണ് ആ ഒരു സ്ലോലി അല്ല, അവിടെ ഒരു കറണ്ട് റഷ്, അവിടെ ഒരു എന്താണ് ഒരു ഇൻപുട്ട് കറണ്ട് റഷ് വരുന്ന തരത്തിലുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് അവിടെ ഉള്ളത്. ബട്ട് ഇവിടെ എന്താണ് സ്ലോലി സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു പരിപാടി, ഒരു സോഫ്റ്റ് സ്റ്റാർട്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെത്തേഡാണ്, അല്ലെ ആ രീതിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഈ ഇതിന്റെ കൺട്രോൾസ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അത് ഹാർഡ്വെയർ ലോജിക് ആവാം, അല്ലെങ്കിൽ എന്താണ് ഫേംവെയർ ലോജിക് ആവാം. പക്ഷെ ഇവിടെ ഏറ്റവും ഒപ്റ്റിമം, ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ലോജിക് ആണ്. കാരണം ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ എന്താണ് ആ ഒരു കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രിസൈസ് ആയി നടക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സോഫ്റ്റ് സ്റ്റാർട്ട്, അതുപോലെ തന്നെ എന്താണ് ഈ എമർജൻസി ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് വേറെ ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിനേക്കാൾ സിമ്പിൾ ആയിട്ട്, അതിനേക്കാൾ എഫിഷ്യന്റ് ആയിട്ട് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവേഴ്സ്, കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റംസ് വരുന്നത്. ഓക്കെ, സോ സ്റ്റിൽ നമുക്ക് എന്താണ് PLC ഇത്രയും ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തുകൊണ്ട് ഇപ്പോഴും അതിന്റെ ആവശ്യകത വരുന്നു, നമുക്ക് എംബഡഡ് സിസ്റ്റത്തിന്റെ ആവശ്യകത വരുന്നു എന്നതിന്റെ ഒരു സമ്മപ്പാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഹൈ സ്പീഡ് റെസ്പോൺസ് വരേണ്ട കാര്യങ്ങളിൽ നമുക്ക് PLC നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ സിറ്റുവേഷൻസിൽ, ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോട്ടോർ കൺട്രോൾ വരുന്ന സ്ഥലങ്ങളിൽ സോഫ്റ്റ് സ്റ്റാർട്ട് പോലെ ഒരു സാധനം വന്നില്ല എങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലെ മൊത്തം പവർ ഔട്ടേജ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നമുക്ക് PLC ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്ക് എംബഡഡ് സിസ്റ്റം തന്നെ പറ്റും. അതേപോലെ തന്നെ ഈ എംബഡഡ് സിസ്റ്റം എന്താണ്, നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ഒരു അത് ഫേംവെയർ ലോജിക് ആണെങ്കിലും ഹാർഡ്വെയർ ലോജിക് ആണെങ്കിലും നമുക്ക് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. PLCക്കും ഇത്തരത്തിലുള്ള എന്താണ് വേറെ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അതിനേക്കാൾ സ്പീഡിൽ, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എംബഡഡ് സിസ്റ്റത്തിന് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് സ്റ്റിൽ നമുക്ക് എന്താണ് ഇത്രയും അപ്ലിക്കേഷൻ ഡൊമിനന്റ് ആയിട്ടുള്ള PLC ഡൊമിനന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലും നമുക്ക് എംബഡഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം വേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമപ്പാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു മൊത്തം സമപ്പാണ്. PLC കുറച്ചുകൂടി ജനറൽ പർപ്പസ് ആണ്, പക്ഷെ എംബഡഡ് എന്താണ് അപ്ലിക്കേഷൻ സ്പെസിഫിക് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ PLC എന്ന് പറയുന്നത് എന്താണ്, മെയിൻ്റനൻസ് കുറച്ച് ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷെ എന്താണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനറുടെ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കുറച്ച് അധികം വരും. ഒരു സ്ഥലത്ത് എന്താണ് ഈ PLC കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, പക്ഷെ ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നതിന് കസ്റ്റം ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്, അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് അതെന്താണ് അവിടെ കസ്റ്റം സർട്ടിഫിക്കേഷൻസ് കാര്യമായിട്ട് വരും. അതായത് ഇപ്പോൾ ഒറ്റ PLC വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ലൈറ്റ് ലോഡ് കൺട്രോൾ ചെയ്യാം, മോട്ടോഴ്സ് കൺട്രോൾ ചെയ്യാം, കൺവെയർ ബെൽറ്റോ അല്ലെങ്കിൽ വാട്ടർ ഫില്ലിങ്ങോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്ത് മതി, ഒറ്റ PLC സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു PLCക്ക് ഒറ്റ സർട്ടിഫിക്കേഷൻ മതിയാവും. ആ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ എത്ര PLC ക്രിയേറ്റ് ചെയ്താലും, അല്ലെങ്കിൽ വേറൊരു കമ്പനി
അവരുണ്ടാക്കുന്ന എല്ലാ PLCക്കും ഒറ്റ സർട്ടിഫിക്കേഷൻ മതിയാവും അവർക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി. പക്ഷെ എംബഡഡ് സിസ്റ്റം ചെയ്യുന്ന ഒരു കമ്പനിക്കാണെങ്കിൽ അവരെന്താണ് ഓരോ അപ്ലിക്കേഷനും സ്പെസിഫിക് ആയിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കസ്റ്റം സർട്ടിഫിക്കേഷൻ അത്രയും എന്താണ് പ്രോസസ്സിങ്ങിലൂടെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു രീതിക്ക് അത്രയും ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഉറപ്പിച്ച് വെരിഫൈ ചെയ്ത് അതിനൊക്കെ ശേഷമാണ്, അതായത് ഒരു PLC പോകുന്ന അത്ര അതിനേക്കാൾ കൂടുതൽ സർട്ടിഫിക്കേഷൻ സ്റ്റേജിലൂടെ ഒരു എംബഡഡ് സിസ്റ്റത്തിന് പോകേണ്ടി വരും. പക്ഷെ എന്താണ് നമുക്ക് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് വളരെ അധികമാണ് ചില ആപ്ലിക്കേഷൻസിൽ. അതുകൊണ്ട് തന്നെ ഇത്രയും എന്താണ് ചടങ്ങ് പിടിച്ച കാര്യമാണെങ്കിൽ പോലും എംബഡഡ് സിസ്റ്റം എന്താണ് നമുക്ക് ആവശ്യകത ഉണ്ട്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു സമ്മപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ എന്താണ് എന്തുകൊണ്ട് എന്താണ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഐ മീൻ ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു സെഷന്റെ ഭാഗത്ത് കണ്ടത്. പിന്നെ അതേപോലെ എന്തൊക്കെ ടൈപ്പ് കൺട്രോൾ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്, അതിൽ PLCക്ക് എന്തുകൊണ്ടാണ് ഡൊമിനേഷൻ ഉള്ളത്, പക്ഷേ PLC എന്തുകൊണ്ടാണ് എല്ലാത്തിനും പറ്റാത്തത് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് എംബഡഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. അതിന്റെ റെസ്പോൺസ് ടൈം കൊണ്ടും അതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻസ് കൊണ്ടും അത് സുപ്പീരിയർ ആണ്. പക്ഷെ അതിന് ഒരു PLCക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കെയർ വേണ്ട ഒരു സാധനമാണ് ഈ എംബഡഡ് സിസ്റ്റം എന്ന് കണ്ടു. ഇല്ലെങ്കിൽ അത് അവിടെ വരാവുന്ന നോയ്സ് ഇഷ്യൂസ്, പിന്നെ അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ നോയ്സിന്റെ ഇഷ്യൂ, PLCയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് സെറ്റ് ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ അത് പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിനെ പ്രോപ്പറായിട്ട് റൺ ചെയ്യുക എന്നുള്ളത്. കാരണം അതിന്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അവിടെ എന്ത് പോയി കണക്ട് ചെയ്താലും അല്ലെ അവിടെ ഹാർഡ്വെയർ അതിന്റെ ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും ഉള്ള എന്ത് ഡാമേജ് പറ്റിയാലും അതിന്റെ സെന്ററിലുള്ള അത്രയും പോർഷൻ എന്തായിരിക്കും ഇൻടാക്ട് ആയിട്ടുള്ള രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ എന്താണ് വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ, അത്രയും ഡിസൈൻ, ഹാർഡ്വെയർ ഡിസൈൻ, അതിന്റെ PCB ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെ അതിനെ ജസ്റ്റ് അതിനെ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് എന്താണ് വളരെ ഇനോമസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ടൈം അതിന് ആവശ്യമുണ്ട്. അത്രയും ഹാർഷായിട്ടുള്ള ടെസ്റ്റിംഗ് കണ്ടീഷൻസിലൂടെ അത് കടന്നു പോകേണ്ടി വരും. അവിടെയൊക്കെ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ കണ്ടുപിടിക്കും, അത് റെക്ടിഫൈ ചെയ്യും, പിന്നെയും ടെസ്റ്റ് ചെയ്യും, അത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് നോക്കും, പിന്നെയും പ്രശ്നം വരുന്നതിനെ പിന്നെയും നോക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു PLCക്ക് വേണ്ട. പക്ഷെ എംബഡഡ് സിസ്റ്റത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാൽ കൂടി എംബഡഡ് സിസ്റ്റം അത് നമുക്ക് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അത് എവിടെയാണ് വരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എന്താണ് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്, കൺട്രോളർ സെലക്ഷൻ എന്താണ് ഒരു പ്രിഫറൻസ് അല്ല, ഇറ്റ്സ് നോട്ട് എ പ്രിഫറൻസ്, ഇറ്റ്സ് എൻ എഞ്ചിനീയറിംഗ് ഡിസിഷൻ. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു മൊത്തം വർക്ക്ഷോപ്പ് സെഷന്റെയും ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞത്. സോ ഇതോടുകൂടി നമ്മളെ വർക്ക്ഷോപ്പ് സെഷന്റെ ഒഫീഷ്യലി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതിന്റെ പ്രസന്റേഷന്റെ കാര്യം. എന്തായാലും നിങ്ങൾ ഇപ്പം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും ഒരു റാൻഡം ടെക്നിക്കൽ നോളജ് അല്ല, കുറച്ചുകൂടി റെലവെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ സിലബസിനും നിങ്ങളുടെ അല്ലെങ്കിൽ ലാബിനും പുറത്തോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, അത് എത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് അതിനുള്ളത് എന്ന് ഒരു കാര്യമാണ് ഇപ്പം ബേസിക്കലി പറഞ്ഞത്. സോ എന്തായാലും ഇത്രയും നേരം ഇവിടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.